എല്ലാവർക്കും നമസ്കാരം. ഈ കാലത്ത് 6:05 സൂമില് ഈ തകർത്ത് വഴിയുന്ന മഴയിലും ഈ തണുപ്പിലും ഈ സൂമിലേക്ക് കയറാൻ പറ്റിയ നമ്മൾ എല്ലാവരും ഭാഗ്യവാന്മാരാണ്. കാരണം നമ്മളാണ് ഇതിൽ ഏറ്റവും നല്ല ചെറുപ്പക്കാരായുള്ളത്. കാരണം യുവാക്കളല്ലേ ഇന്ന് കിടന്നുറങ്ങുകയാണ്. നമുക്ക് ഈ ഭാഗ്യം കിട്ടിയിട്ടുള്ളൂ അല്ലേ വിനീത് സാറേ? അപ്പൊ നമുക്ക് എല്ലാവർക്കും ഈ അവസരം തന്ന ദൈവത്തിന് ഒരു 2 മിനിറ്റ് ദൈവത്തോട് പ്രാർത്ഥിച്ചുകൊണ്ട് നമുക്ക് തുടങ്ങാം. ശരി, ഇപ്പൊ നമ്മളിവിടെ ഈ സൂമിൽ ഈ കാലത്ത് തന്നെ എല്ലാവരും എത്തിയിരിക്കുന്നത് ഈ സൂമിൽ കൂടി നമുക്ക് എല്ലാ ദിവസവും എന്തൊക്കെയോ കാര്യങ്ങൾ സാധിച്ചെടുക്കാനുള്ള എന്നുള്ള ഒരു തീരുമാനത്തോടു കൂടിയാണ്. എന്നെ ഞാൻ പരിചയപ്പെടുത്താം. ഇതിലൊരുവിധ ആൾക്കൊക്കെ എന്നെ അറിയാമെന്ന് ഞാൻ വിചാരിക്കുന്നു. എന്റെ പേര് അബ്ദുൾ റഹ്മാൻ CH, ഉളിക്കൽ ഇരിട്ടി സ്വദേശിയാണ്. 2 വർഷത്തോളമായി ഞാൻ ഈ ബയോട്ടോറിയം എന്ന ഉൽപ്പന്നത്തെ നെഞ്ചോട് ചേർത്ത് എന്റെ സിരകളിൽ ഓടുന്നത് മുഴുവനും ബയോട്ടോറിയത്തിന്റെ ഉൽപ്പന്നങ്ങളാണ്. കാരണം ഞാൻ വളരെയധികം ശാരീരികമായ അസ്വസ്ഥതകൾ അനുഭവിക്കുന്ന ഒരവസരത്തില് എന്റെ സുഹൃത്ത് മുഖാന്തരം എനിക്ക് ഈ ഉൽപ്പന്നം എന്റെ കയ്യിൽ കിട്ടുകയും അതിനെ ഞാൻ എന്റെ നെഞ്ചോട് ചേർത്ത് വെക്കുകയും ശക്തമായി ഞാൻ അതിനെ കൃത്യമായി ഉപയോഗിക്കുകയും ചെയ്തപ്പോൾ എനിക്കുണ്ടായ ഈ ബയോട്ടോറിയം ഉൽപ്പന്നങ്ങൾ ഉപയോഗിച്ച് എനിക്കുണ്ടായ മാറ്റങ്ങൾ തന്നെയാണ് എന്നെ ഇതില് ഇന്നും പിടിച്ചു നിർത്തുന്നത്. അപ്പൊ എനിക്ക് കിട്ടിയ ഈ മാറ്റങ്ങൾ എന്റെ സുഹൃത്തുക്കളിൽ ഞാൻ എത്തിച്ചപ്പോ എനിക്ക് നല്ല ഒരു ടീമിനെ വാർത്തെടുക്കാൻ ഇതിൽ കൂടി സാധിക്കുകയും എനിക്ക് ഹെൽത്തും വെൽത്തും ഇതിൽ കൂടി കിട്ടുകയും ചെയ്തപ്പോ ഞാൻ ഇതിനെ നെഞ്ചോട് ചേർത്ത് വെച്ച് ഇന്നും ശക്തമായി ഇതിൽ നിലകൊണ്ടുവന്നിരിക്കുകയാണ്. ഇതിൽ വന്നിരിക്കുന്ന ഓരോരുത്തരും അതുപോലെ തന്നെ ആയിരിക്കുമെന്ന് ഞാൻ വിശ്വസിക്കുകയാണ്. കാരണം ഈ ബയോട്ടോറിയം നമുക്ക് നമ്മളെ കയ്യിൽ ഏൽപ്പിച്ച സാഗർ ജോഷി, ഈ കേരളത്തിൽ നമുക്ക് എത്തിച്ചെന്ന മനോജ് സാർ, എല്ലാവരും ഇതിന്റെ ഗുണങ്ങൾ മനസ്സിലാക്കിക്കൊണ്ട് തന്നെയാണ് ഇതിൽ വന്നിട്ടുള്ളത്. എനിക്കുണ്ടായ അനുഭവം, ഞാൻ യൂറിക് ആസിഡ്, കൈകാലിൽ തരിപ്പം, മുട്ടുവേദന, നടുവേദന, എന്റെ ഭാര്യയ്ക്ക് വെരിക്കോസ്, ഇങ്ങനെയുള്ള അവസരത്തിലാണ് ഞാൻ ഈ ഉൽപ്പന്നം വാങ്ങി ഉപയോഗിക്കുന്നത്. എനിക്ക് ഇന്ന് എന്റെ വീട്ടിൽ ഒരു ഇംഗ്ലീഷ് ഗുളിക പോലും ഇല്ല. കാരണം യൂറിക് ആസിഡ് 8 ഉണ്ടായിരുന്ന എനിക്കിന്ന് 2.7. എനിക്ക് യൂറിക് ആസിഡ് ഉള്ള സമയത്ത് നല്ല ഭക്ഷണം ഒന്നും കഴിക്കാൻ പറ്റാറില്ല. ഇന്ന് മാംസമല്ല എന്ത് തന്നെ ദിവസവും എനിക്ക് എന്ത് കഴിച്ചാലും ഒരു പ്രശ്നവും ഇല്ലാത്ത ഒരു അവസ്ഥയിൽ ഞാൻ എത്തിക്കഴിഞ്ഞു. അതുകൂടാതെ ഇതിന്റെ ബെറി ജ്യൂസ്, ഇത്ര മാത്രം ഗുണമുള്ള ഒരു സാരി ഇന്ന് ഈ ലോകത്ത് തന്നെ ഉണ്ടോന്ന് എനിക്ക് സംശയമാണ്. അത്രമാത്രം ഗുണമാണ് ഈ ബെറി ജ്യൂസ് കൊണ്ട് എനിക്ക് കിട്ടിക്കൊടുത്തത്. ഞാൻ ഉപയോഗിച്ച് എന്ത് സാധനം ഞാൻ ഉപയോഗിച്ചതിന് ശേഷമേ ഞാൻ മറ്റുള്ളവർക്ക് കൊടുക്കാറുള്ളൂ. കാരണം ഇതിന്റെ ഗുണം മനസ്സിലാക്കിയിട്ട് പറയാൻ നമുക്ക് 100 നാവാണ്. നമ്മള് എല്ലാവരോടും നമ്മളിത് പറയുമ്പോ ഇത് ഏറ്റെടുക്കാൻ ജനങ്ങൾ തയ്യാറാണ്. അതുപോലെ സ്ഥിരമായിട്ട് എന്റെ കയ്യിൽ നിന്നും ബെറി ജ്യൂസ് വാങ്ങിക്കുടിക്കുന്ന 5 പേര് ഇന്ന് സ്ഥിരമായിട്ട് എന്റെ അടുത്ത് തീരുമ്പം വാങ്ങിക്കുടിക്കുന്നത്. ഇതിൽ നമുക്ക് ഹെൽത്ത് മാത്രമല്ല വെൽത്തും കിട്ടും. ഒരു ബെറി ജ്യൂസ് കൊടുത്ത 1000 രൂപ നമുക്ക്. അങ്ങനെ 50ഓളം ബെറി ജ്യൂസ് റീറ്റെയിൽ വിൽക്കാൻ സാധിച്ചു എനിക്ക് ഈ സമയം കൊണ്ട്. നമുക്ക് ഇതില് കിട്ടാനുള്ള നേട്ടങ്ങൾ പലതും നമ്മുടെ മുമ്പിൽ ഇന്ന് വന്നുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ ഓരോരുത്തരും ഇതിനെ നെഞ്ചോട് ചേർത്ത് വെച്ച് പ്രവർത്തിച്ചാല് നമുക്ക് ജീവിതകാലം മുഴുവൻ സന്തോഷത്തോടെ കഴിയാൻ ഇതിൽ കൂടി നമുക്ക് കഴിയും. അതിന് ഓരോരുത്തർക്കും സാധിക്കണം. കാരണം ഇത് കൃത്യമായി ഉപയോഗിച്ചാൽ മാത്രമേ റിസൾട്ട് കിട്ടുകയുള്ളൂ. ചില ആൾക്കാർ ഇത് വാങ്ങി വെച്ച്
നമ്മളിന്ന് നിർബന്ധപ്രകാരം വാങ്ങിവെക്കും. അത് കൃത്യമായി ഉപയോഗിക്കാതെ നെഗറ്റീവ് സംസാരിക്കുന്നതാണ് ഇതിന്റെ പ്രശ്നം. അവരെ ഫോളോ അപ്പ് ചെയ്ത് അവരെ നമ്മൾ കാര്യങ്ങൾ മനസ്സിലാക്കി കൊടുത്താൽ കൃത്യമായി ഉപയോഗിച്ചു കഴിഞ്ഞാൽ നല്ല റിസൾട്ടാണ് എല്ലാവർക്കും കിട്ടുക. അതുകൊണ്ട് തന്നെ നമ്മൾക്ക് ഇതിനെപ്പറ്റി പ്രതിപാദിക്കാൻ, നമ്മൾ കാര്യങ്ങൾ മനസ്സിലാക്കി തരാൻ നമ്മളെ ഗ്രേറ്റ് ലീഡർ മിനിസ്റ്റർ ഇന്ന് നമ്മുടെ കൂടെ ഉണ്ട്. നമ്മൾ എവിടെ വിളിച്ചാലും നമ്മളെ കൂടെ എന്ത് കാര്യങ്ങളും ശക്തമായി ഇതിനെപ്പറ്റി മനസ്സിലാക്കി എല്ലാ കാര്യങ്ങളും ഒന്നല്ലാതെ നമ്മൾക്ക് പറഞ്ഞു തന്ന് നമുക്ക് മോട്ടിവേഷൻ തരാൻ, നമ്മളുടെ കൂടെ ഏത് സമയത്ത് വിളിച്ചാലും നമ്മളെ ഫോണിന് ഉത്തരം നൽകി നമ്മൾ വിളിക്കുന്ന സ്ഥലത്ത് നമ്മളെ കൂടെ ഈ ടീമൊന്നും നോക്കാതെ നമുക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന നമ്മളെ മിനിസ്റ്ററാണ് നമുക്കിന്ന് ഈ കാര്യങ്ങൾ അവതരിപ്പിച്ചു തരാൻ നമ്മുടെ മുന്നിലുള്ളത്. അദ്ദേഹത്തെ ഞാനും എന്റെ ടീമും ആർദ്രവുമായി ഈ രാവിലത്തെ സൂമില് ആദ്യമായി സ്വാഗതം ചെയ്യുക. കാരണം ഇത്രമാത്രം നമുക്ക് കാര്യങ്ങൾ മനസ്സിലാക്കി തരാൻ പറ്റുന്ന ഒരു വ്യക്തി നമുക്ക് കൂടെ കിട്ടിയപ്പോ നമുക്ക് എന്തെന്നില്ലാത്ത സന്തോഷമാണ് ഇതിലുള്ളത്. കാരണം എന്ത് കാര്യങ്ങളും നേരിട്ട് ചോദിക്കാനും നമുക്ക് കാര്യങ്ങളെ പറ്റി മനസ്സിലാക്കി തരാനും പറ്റുന്ന നല്ലൊരു ലീഡറാണ് നമ്മുടെ മിനിസ്റ്റർ പുറമേരി. അദ്ദേഹത്തിന് ദീർഘായുസ്സും ആരോഗ്യവും നൽകട്ടെ എന്ന് ആദ്യമായിട്ട് പ്രാർത്ഥിക്കുക. പിന്നെ ഇന്നിപ്പോ സ്കൂളുകൾക്കെല്ലാം ലീവാണ്, മൊത്തം മഴ വർഷിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ അവസരത്തിലും ഇന്നിപ്പോ 96 പേരോളം, ഇന്ന് 97 100 അടുത്ത് ആൾക്കാർ ഈ സൂമിൽ കയറിയിട്ടുണ്ട്. ഇത് നിങ്ങൾക്കൊരു നഷ്ടമല്ല. ഈ സൂമിൽ കയറിയവർക്ക് കാര്യങ്ങൾ വ്യക്തമായി മനസ്സിലാക്കി തരാം. നമ്മുടെ മുമ്പിൽ ഇന്ന് എത്തിയിരിക്കുന്ന മിനി സാറിനെ ഇതിലേക്ക് ക്ഷണിച്ചുകൊണ്ട് എന്റെ വാക്കുകൾ നിർത്തുന്നു. ജയ് ബയോട്ടോ. ഓക്കെ മിനി സാർ. ഓക്കെ സാർ, താങ്ക് യു സോ മച്ച്. ഗുഡ് മോർണിംഗ് ഓൾ. MC നമ്മുടെ പ്രിയങ്കരനായ അബ്ദുറഹ്മാൻ സി സാറ് കണ്ണൂരിന്റെ ബയോടൂറിസത്തിന്റെ ഫേസാണ്. കണ്ണൂർ ജില്ലയിലുള്ള ഏകദേശം ഈ ബയോടൂറിയം അല്ലാതെ നെറ്റ്വർക്ക് ചെയ്യുന്ന ആളുകൾക്കൊക്കെ സി സാറിന് അറിയാൻ പറ്റും. കാരണം അതിശക്തമായ ഒരു ടീമിനെ ഉളിക്കൽ മേഖലയിലും കണ്ണൂർ മേഖലയിലും നയിച്ചുകൊണ്ട് പോകുന്ന ഒരു ലീഡറാണ് അദ്ദേഹം പറഞ്ഞ പോലെ അദ്ദേഹത്തിന്റെ പല ടീമിന്റെ പ്രോഗ്രാമിന് ഞാൻ പങ്കെടുക്കാറുണ്ട്. നല്ല ബന്ധം ഇപ്പോഴും സൂക്ഷിക്കുന്നുണ്ട്. MLM-ന്റെ ഒരു പവറാണ് നമ്മൾ ഇന്ന് ചർച്ച ചെയ്യുന്നത്. MLM-ന്റെ ചരിത്രവും ഈ ഒരു കറണ്ട് സിറ്റുവേഷനിലുള്ള അതിന്റെ ഒരു സ്റ്റാറ്റസും ഇതിനെന്തെങ്കിലും ഫ്യൂച്ചർ ഉണ്ടോ എന്നുള്ളതാണ് ടോപ്പിക് കിട്ടുന്നത്. പക്ഷെ അതിനേക്കാൾ അപ്പുറത്തുള്ള ഒരു വലിയൊരു ഗുണം എന്ന് വെച്ച് കഴിഞ്ഞാൽ എവിടെയോ ഇരിക്കുന്ന CH സാർ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു, നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു, നമ്മൾ അങ്ങോട്ട് പ്രാർത്ഥിക്കുന്നു. നല്ല ബന്ധങ്ങൾ കീപ്പ് ചെയ്ത് കഴിഞ്ഞാൽ മറ്റുള്ളവരെ നമുക്ക് വേണ്ടി മനസ്സുകൊണ്ടെങ്കിലും നന്ദി പറയുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്ന ഒരു ഇൻഡസ്ട്രിയിലാണ് നമ്മൾ എത്തിയത്. നമ്മൾ ടീമിന്റെ കാര്യം തന്നെ എടുത്ത് നോക്കിയാൽ മതി. ടീമിലുള്ള ആളുകൾ നമ്മളെ കൂടെ ചേർന്ന് അസോസിയേറ്റ് ചെയ്ത ആളുകൾ ഉയരങ്ങളിലേക്ക് പോകുമ്പോഴാണ് നമുക്ക് സന്തോഷം. വേറെ ഒരു ഇൻഡസ്ട്രിയിലും എന്തുണ്ടാവില്ല. കൂടെ വന്നവനും കൂടെ ജോലി ചെയ്യുന്നവനും പ്രൊമോഷനായി പോകുമ്പോൾ ഈഗോ അടിക്കാത്ത ഒരു മനുഷ്യനുണ്ടാവില്ല. പക്ഷെ ഇവിടെ മാത്രം നേരെ ഓപ്പോസിറ്റ് ആയിരിക്കും അല്ലെ. അത്രയും മഹത്തായ ഒരു ഇൻഡസ്ട്രിയിലാണ്. ആ ഇൻഡസ്ട്രി എന്താണ്, എന്റെ പരിമിതമായ അറിവിന്റെ ഉള്ളിൽ വെച്ച് ഞാൻ മനസ്സിലാക്കിയെടുത്ത കാര്യങ്ങൾ ഇവിടെ ഷെയർ ചെയ്യുക. എന്നേക്കാൾ ഇതിൽ എക്സ്പീരിയൻസ് ഉള്ളതും ഇതിന്റെ കുറെ കാര്യങ്ങളിൽ സമര പോരാട്ടങ്ങളിലൊക്കെ പങ്കെടുത്ത ആളുകളൊക്കെ ഇവിടെ ഇരിക്കുന്നുണ്ട്. അപ്പോ നമുക്ക് ഒരു സ്ക്രീൻ ഷെയർ ചെയ്തുകൊണ്ട് തന്നെ സംസാരിക്കാം. അത് ഞാൻ ഒരു ചെറിയൊരു വീഡിയോ, കുറച്ച് ആളുകൾ കയറിക്കൊണ്ടിരിക്കുന്നില്ല, ഒരു ചെറിയൊരു വീഡിയോ ഒന്ന് പ്ലേ ചെയ്ത് തരാം. സ്ക്രീൻ കാണുന്നുണ്ടോ? കാണുന്നുണ്ട്. മൾട്ടി ലെവൽ മാർക്കറ്റിംഗ് മേഖലയിലെ തൊഴിലാളികളുടെ തൊഴിൽ സുരക്ഷിതത്വം ഉറപ്പുവരുത്തുക, തൊഴിലാളികൾക്ക് ക്ഷേമനിധി ആനുകൂല്യം പ്രഖ്യാപിക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ച് മൾട്ടി ലെവൽ മാർക്കറ്റിംഗ് എംപ്ലോയീസ് യൂണിയന്റെ നേതൃത്വത്തിൽ നിയമസഭയിലേക്ക് മാർച്ചും ധർണയും സംഘടിപ്പിച്ചു. മുൻ മന്ത്രിയും MLA-യുമായ S. ശർമ്മ മാർച്ച് ഉദ്ഘാടനം ചെയ്തു. മൾട്ടി ലെവൽ മാർക്കറ്റിംഗ് മേഖലയിലെ പ്രശ്നങ്ങൾക്ക്
പരിഹാരം കാണാൻ സർക്കാരിന്റെ അടിയന്തര ഇടപെടൽ ഉണ്ടാകാൻ വേണ്ട നടപടി സ്വീകരിക്കുമെന്ന് എസ് ശർമ്മ വ്യക്തമാക്കി. മൾട്ടി ലെവൽ മാർക്കറ്റിംഗ് മേഖലയെ നിരീക്ഷിക്കാനും ഈ മേഖലയെ സംരക്ഷിക്കുന്നതിനും ഒരു നോഡൽ ഓഫീസറെ സർക്കാർ ഉടൻ നിയമിക്കണമെന്നും യൂണിയൻ ഭാരവാഹികൾ ആവശ്യപ്പെട്ടു. ഇതവിടെ നിന്നോട്ടെ, മനസ്സിൽ ഇത് കാണാത്ത ആൾക്കാർ ആരെങ്കിലും ഇതിലുണ്ടെങ്കിൽ അവരെ മനസ്സിലവിടെ നിന്നോട്ടെ. അതിന് വേണ്ടിയിട്ടാണ് ഒരു പോരാട്ടത്തിന്റെ ചരിത്രം പറയാനുണ്ട് നമുക്ക്, അല്ലെ? ഇതിലുള്ള കുറെ ലീഡേഴ്സ് ഒക്കെ അതിൽ പങ്കെടുത്തിട്ടുണ്ടാവും. നമുക്ക് ടോപ്പിക്കിലേക്ക് പോകാം. സ്ക്രീന് ഓക്കെ അല്ലേ? കാണുന്നില്ല ഇപ്പൊ? ഓക്കെ. അപ്പൊ ഒരിക്കൽ കൂടി എല്ലാവരെയും ഇന്നത്തെ ഈ ഒരു 6 AM സൂമിന്റെ പ്ലാറ്റ്ഫോമിലേക്ക് ഹാർദവമായി സ്വാഗതം ചെയ്യാണ്. ഈ ഒരു അവസരം തന്ന മനോജ് സാറിനും കോർ ടീം അംഗങ്ങൾക്കും എല്ലാം എന്റെ നന്ദി ആദ്യം തന്നെ അറിയിച്ചുകൊണ്ട്, ഇതില് ഞാൻ കുറെ കാര്യങ്ങൾ MLM-ആയിട്ട് ബന്ധപ്പെട്ട് നമ്മുടെ ഇൻഡസ്ട്രിയുടെ ഒരു ചരിത്രം, ഇതെങ്ങനെയാണ് ഇവിടെ എത്തിയത്, ഇപ്പോഴെന്താണ് ഇതിന്റെ ഒരു സ്റ്റാറ്റസ്, ഇതിനെന്തെങ്കിലും ഭാവി ഉണ്ടോ, നമ്മൾ ഈ കാലെടുത്ത് വെച്ചിരിക്കുന്ന ഇൻഡസ്ട്രിക്ക് ഭാവി ഇല്ലെങ്കിൽ നമുക്ക് ഭാവിയില്ലെന്നല്ല. അതുകൊണ്ട് അതിനെക്കുറിച്ചാണ് നമ്മൾ ഇന്ന് ചർച്ച ചെയ്യുന്നത്. മൾട്ടി ലെവൽ മാർക്കറ്റിംഗ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ബിസിനസ് രീതിയാണ്. ആദ്യം നമ്മൾ പുതിയ ആളുകളും ചിലപ്പോൾ ഈ സൂമിലുണ്ടാവും, അവരാദ്യം മനസ്സിലാക്കാൻ വേണ്ടി ഇതൊരു ബിസിനസ് രീതിയാണ്. റെഫറൽ മാർക്കറ്റിംഗ് എന്ന് വിളിക്കും. ഒരാളുടെ റെഫറിലൂടെയാണ് എന്ത് ചെയ്യുന്നത്, മറ്റുള്ള ആളുകൾ ഈ ഒരു ബിസിനസ് ഏറ്റെടുക്കുന്നത്. ഒരു ഫ്രാഞ്ചൈസി മോഡലാണ് ശരിക്കും പറഞ്ഞാൽ ആ ഒരു ബിസിനസ്. അപ്പോ ഇന്ന് ബിസിനസ് മോഡൽ എന്ന് പറയുമ്പോൾ ഇന്ന് നിലവിൽ നമുക്കറിയാവുന്ന ഒരു രീതിയുണ്ട്. ഒരുപാട് മാർക്കറ്റിംഗ് ടെക്നിക്കുകളും ഈ ഒരു സ്ട്രാറ്റജികളും ഇന്ന് എന്തുണ്ട്, സമൂഹത്തിലുണ്ട്. ഒന്ന് ട്രഡീഷണൽ ആയിട്ടുള്ള മാർക്കറ്റിംഗ് നമ്മളെല്ലാവർക്കും അറിയാം. നമ്മൾ എന്ത് ചെയ്യുന്നു, ഇന്ത്യക്കകത്തുനിന്നോ എന്തില്ല ഇന്ത്യക്ക് പുറത്തുനിന്നോ ഉൽപ്പന്നങ്ങൾ ഉൽപ്പാദിപ്പിച്ച് ഒരു നാഷണൽ ഡിസ്ട്രിബ്യൂട്ടർ വഴി ഇന്ത്യയുടെ 4 ഭാഗങ്ങളിലേക്ക് ഓരോ ഡിസ്ട്രിബ്യൂട്ടേഴ്സ്, അത് ഓരോ സ്റ്റേറ്റിലും ഓരോ ജില്ലകളിലും ഓരോ പഞ്ചായത്തിലും ഓരോ താലൂക്കിലും പഞ്ചായത്തിലും ഒക്കെ ആയി ഏറ്റവും അവസാനമാണ് നമ്മളെ വീടിനടുത്തുള്ള ഒരു ഷോപ്പിലൂടെ എന്ത് ചെയ്യുന്നത്, പ്രൊഡക്റ്റുകൾ എത്തുന്നത്. അതായിരുന്നു ശരിയായിട്ടുള്ള ഒരു ബിസിനസ് രീതി. അതേപോലെ തന്നെ ഫ്രാഞ്ചൈസി ബിസിനസ്സുകളുണ്ട്. നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, മെക്ഡൊണാൾഡിന്റെയോ KFCയുടെയോ പിന്നെ അങ്ങനെയുള്ള പിസ്സ ഹട്ടിന്റെയോ സബ്വേന്റെ ഒക്കെ ഫ്രാഞ്ചൈസി എടുക്കുക. ബർഗർ കിങ് നമ്മുടെ നാട്ടിലൊക്കെ ഇപ്പൊ കാണുന്നത് അല്ലെ. ഇപ്പം പുതിയൊരു ട്രെൻഡായിട്ട് AFC കൂടി വന്നിട്ടുണ്ട്, KFCക്ക് ബദലായിട്ട്. അപ്പൊ അതൊക്കെ എന്താ വെച്ചാൽ പ്രൊഡക്റ്റ് അവർ തരും, അവർ പറയുന്ന നിശ്ചിതമായ ഒരു അളവിൽ എന്ത് ചെയ്യണം, ഷോപ്പ് ഉണ്ടായിരിക്കണം, ഇത്ര സ്ക്വയർ ഫീറ്റിന് ഷോപ്പ് ഉണ്ടായിരിക്കണം, അവർ പറയുന്ന പോലെയുള്ള ബോർഡുകൾ ഫിറ്റ് ചെയ്യണം. അവർക്ക് നമ്മൾ ലക്ഷങ്ങൾ അയച്ചു കൊടുത്തു കഴിയുമ്പോൾ ആ ഒരു പണത്തിന് തുല്യമായിട്ടുള്ള ഒരു സ്റ്റോക്ക് നമുക്ക് തരും, കൂടാതെ ഒരു ഡെപ്പോസിറ്റ് ഉണ്ടാവും. അപ്പൊ എന്ത് ചെയ്യും, നമുക്ക് അവരുടെ ബാനറിൽ അവരുടെ ബ്രാൻഡ് വിറ്റുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ലാഭം ഉണ്ടാക്കാൻ പറ്റും. ഇതിനൊക്കെ ലക്ഷങ്ങൾ വേണം. അതേപോലെ തന്നെ വെബ്, ഇപ്പൊ എല്ലാം ഓൺലൈനാണ്, ഓൺലൈനിലൂടെ ബിസിനസ് ചെയ്യാൻ പറ്റും. അതിനുള്ള സൗകര്യങ്ങളുണ്ട്. ആമസോണും ഫ്ലിപ്കാർട്ടിലൊക്കെ നിങ്ങൾക്ക് നിങ്ങളുടെ പ്രൊഡക്റ്റുകൾ എന്ത് ചെയ്യാം, സെല് ചെയ്യാനുള്ള ഓപ്ഷൻ ഇപ്പൊ ഉണ്ട്. ഇപ്പൊ ഡിജിറ്റൽ മാർക്കറ്റിംഗിന്റെ കാലം. അതേപോലെ ഹോൾസെയിൽ എന്ന് പറഞ്ഞുകൊണ്ടുള്ള അല്ലെ, ഉപഭോക്താവിന്റെ അടുത്ത് നേരിട്ട് വാങ്ങി ഹോൾസെയിലായിട്ട് വിൽക്കുന്ന ആളുകൾ നമ്മുടെ നാട്ടിലൊക്കെ നമ്മൾ കാണാറുണ്ട്. പിന്നീട് വന്നൊരു കൾച്ചറായിരുന്നു ഹൈപ്പർ മാർക്കറ്റുകൾ. ഇപ്പം ലോകത്തിൽ എവിടെ എടുത്തു കഴിഞ്ഞാലും ബിഗ് ബസാർ ആണെങ്കിലും ലുലു ആണെങ്കിലും KG4 ആണെങ്കിലും വലിയ വലിയ ഹൈപ്പർ മാർക്കറ്റുകൾ. അപ്പൊ ഹൈപ്പർ മാർക്കറ്റ് ഒക്കെ വന്നപ്പോ എന്ത് ചെയ്യും, നേരത്തെ പറഞ്ഞ ചെറുകിട കച്ചവടക്കാർക്കൊക്കെ വലിയ ഭീഷണിയായി. കാരണം ഇവരൊക്കെ സ്വന്തം പ്രൊഡക്റ്റുകളും അതേപോലെ തന്നെ ബൾക്കും വാങ്ങുന്ന സമയത്ത് അവർ കിട്ടുന്ന പ്രൈസും ഒരു സാധാരണക്കാരന്റെ ഷോപ്പിലേക്ക് കിട്ടുന്ന പ്രൈസും തമ്മിലുള്ള വ്യത്യാസം തന്നെ ഒരുപാടാണ്. അപ്പോ ഇങ്ങനെ ഒരുപാട് ബിസിനസ് രീതികൾ എന്തുണ്ട്, നാട്ടിലുണ്ട് അല്ലെ. അതേപോലെയുള്ള ഒരു ബിസിനസ് ആണ് മൾട്ടി ലെവൽ മാർക്കറ്റിംഗ് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ഡയറക്ട് സെല്ലിംഗ് എന്ന് പറയുന്നത്. അപ്പൊ എന്റെ ഇന്ന് കേൾക്കുന്ന ഈ ഒരു എത്ര പേര് ഇതിലുള്ളത്, ഏകദേശം 125 ആൾക്കാരുണ്ട്. 125 ആൾക്കാർ മനസ്സിൽ ആദ്യം വേണ്ട ഒരു ചിന്ത, ഞാനൊരു ബിസിനസ് ആണ് ഏറ്റെടുക്കുന്നത് എന്നുള്ളതാണ്. ഞാനൊരു പ്രൊഡക്റ്റ് വെക്കാൻ ഇറങ്ങുന്നു, അല്ലെങ്കിൽ ഒരു പ്രൊഡക്റ്റ് വാങ്ങിയത് കൊണ്ട് കുറച്ച് പൈസ കിട്ടുന്നത് കൊണ്ട് ഞാനിത് ഏറ്റെടുക്കുന്നത് മാറി ചിന്തിക്കണം. കാരണം എല്ലാ ബിസിനസ്സിനും എന്ത് വേണം, മൂലധനം വേണം അല്ലെ, പ്രോപ്പർട്ടി ബിൽഡിംഗ് വേണം, അതേപോലെ തന്നെ ലേബർ വേണം. ലാൻഡ്, ലേബർ, ക്യാപിറ്റൽ, ഇത് 3ഉമാണ് ഒരു ബിസിനസ്സിന് വേണ്ടത്. ഇവിടെ ഏറ്റവും ബ്യൂട്ടി എന്ന് പറഞ്ഞാൽ ഒരു 0 ഇൻവെസ്റ്റ്മെന്റിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഒരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യാം. നിങ്ങൾക്ക് ലാൻഡ് വേണ്ട, ലേബർ വേണ്ട, ക്യാപിറ്റൽ വേണ്ട. ഇത് 3ഉം ഇല്ലാതെ വളരെ പ്രോഫിറ്റബിൾ ആയിട്ടുള്ള ഒരു ബിസിനസ്.
കാരണം റിസ്ക് ഇല്ലാത്തൊരു ബിസിനസ് അല്ലെ. നമുക്ക് വേണ്ടി കമ്പനി എല്ലാ കാര്യങ്ങളും പ്രൊഡക്റ്റ് മാനുഫാക്ചർ ചെയ്യുന്ന കമ്പനിയാണ്, പ്രൊഡക്റ്റ് മാർക്കറ്റ് ചെയ്യുന്ന കമ്പനിയാണ്, പ്രൊഡക്റ്റ് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്ന കമ്പനിയാണ് അല്ലെ. കസ്റ്റമറുടെ റിസൾട്ടിന്റെ അടിസ്ഥാനത്തിൽ നമുക്ക് റെഫറൽ മാർക്കറ്റിങ്ങിലൂടെ എന്ത് ചെയ്യും, വീണ്ടും വീണ്ടും ബിസിനസ് കിട്ടിക്കൊണ്ടേയിരിക്കും. ആ കിട്ടുന്ന സമയത്ത് ആ കസ്റ്റമർക്ക് വീണ്ടും നമുക്ക് ഒരു ഓപ്പർച്യൂണിറ്റി കൊടുക്കാൻ വേണ്ടി സാധിക്കുന്ന സമയത്ത് നമ്മുടെ കൂടെ വന്ന ആളുകൾക്ക് ഒരു ബിസിനസ് ഓപ്പർച്യൂണിറ്റി നമുക്ക് കൊടുക്കാൻ പറ്റും. മറ്റുള്ള ആളുകൾ ഒരു ഫ്രാഞ്ചൈസി കൊടുക്കുമ്പോൾ എന്റെ റെഫറിലാണ് ഇപ്പം അഭിലാഷ് സാർ ഒരു ഫ്രാഞ്ചൈസി എടുക്കുകയാണ് എറണാകുളത്ത്. അപ്പൊ അഭിലാഷ് സാർ എന്ത് ചെയ്യണം, ആ കമ്പനിയിലേക്ക് എന്ത് ചെയ്യണം, ആരാണോ ഫ്രാഞ്ചൈസർ അവർക്ക് ഒരു 10 ലക്ഷമോ 20 ലക്ഷമോ ഒക്കെ ഇൻവെസ്റ്റ് ചെയ്തിട്ടാണ് ചെയ്യുന്നത് ഒരു ഫ്രാഞ്ചൈസി എടുക്കുന്നുണ്ടാവുക. ഇവിടെ നേരെ ഓപ്പോസിറ്റ് ആണ്. ഇവിടെ തന്നെ നിങ്ങൾക്ക് കാണാൻ പറ്റും. ട്രഡീഷണൽ ആയിട്ടുള്ള ഒരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യണമെങ്കിൽ ഇതിൽ പലരും ബിസിനസ്സുകാരാണ്, പലരും ബിസിനസ് പൊട്ടിയ ആളുകളാണ്. അപ്പോ വളരെ വ്യക്തമായിട്ട് അറിയാൻ പറ്റും എന്തൊക്കെയായിരുന്നു റിസ്ക് എന്നുള്ളത്. ഹൈ ഇൻവെസ്റ്റ്മെന്റ്, ഒരു മാർക്കറ്റ് പ്ലേസ് വേണം, എംപ്ലോയി വേണം ഓപ്പറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്, 12 മണിക്കൂർ സമയം അതിനു വേണ്ടി ചെലവഴിക്കണം, വർക്കില്ലെങ്കിൽ ഇൻകം ഇല്ല അല്ലെ, 100% റിസ്ക് ആണ്. എല്ലാം കഴിച്ച് എന്താ പറയാ, നമുക്ക് നെറ്റ് പ്രോഫിറ്റ് എടുക്കാൻ പറ്റുന്നത് മാക്സിമം പോയി കഴിഞ്ഞാൽ ഒരു 10 മുതൽ 20% വരെ ആയിരിക്കും. എന്ന് വെച്ചാൽ ഒരു ഓവർ ഹെഡ് എക്സ്പെൻസ് ഒക്കെ കഴിഞ്ഞാൽ ഇലക്ട്രിസിറ്റി ബില്ലും സ്റ്റാഫിന്റെ സാലറിയും പഞ്ചായത്ത് ലൈസൻസും ബിൽഡിങ്ങിന്റെ റെന്റും എല്ലാം ഡിപ്രീസിയേഷനും ഒക്കെ കഴിഞ്ഞു കഴിഞ്ഞാൽ ഒരു ബിസിനസ്സുകാരന് കിട്ടുന്ന പ്രോഫിറ്റ് 10 മുതൽ 20%. പക്ഷെ വ്യത്യാസം എന്താണെന്ന് വെച്ചാൽ ഈ 10% 20% എന്ന് പറയുന്നത് അയാൾ ഒരു കോടി മുടക്കിയിട്ടാണെങ്കിൽ അതിന്റെ 10% കിട്ടുന്നുണ്ടല്ല. അപ്പൊ ഏതൊരു പണമുള്ള ആളുകൾക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു ഏറ്റവും നല്ലൊരു ഓപ്പർച്യൂണിറ്റി തന്നെയാണ് ഏത് തരത്തിലുള്ള ബിസിനസ്. പക്ഷെ നമുക്ക് സാധാരണക്കാർക്ക് എന്ത് ചെയ്യാൻ പറ്റും, അവര് ചെയ്യുന്നതിനെക്കാട്ടും കൂടുതൽ പ്രോഫിറ്റബിൾ ആയിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു ഇൻഡസ്ട്രി ലോകത്തിലുണ്ടെങ്കിൽ അതിന്റെ പേരാണ് നെറ്റ്വർക്ക് മാർക്കറ്റിംഗ് എന്നത്. ഏറ്റവും ലോ കോസ്റ്റ് എൻട്രി അല്ലെ, സീറോ ഇൻവെസ്റ്റ്മെന്റ് തന്നെ പറയാം. കാരണം നമ്മൾ ഒരു പ്രൊഡക്റ്റ് വാങ്ങുവാണ്, വേറൊന്നും ചെയ്യുന്നില്ല. അതേപോലെ ഇവിടെ മാർക്കറ്റ് പ്ലേസിന്റെ ആവശ്യമില്ല, എംപ്ലോയിന്റെ ആവശ്യമില്ല, നമ്മൾ ആർക്കെങ്കിലും സാലറി കൊടുക്കുന്നുണ്ടോ, നമ്മൾ ആർക്കെങ്കിലും കമ്മീഷൻ കൊടുക്കുന്നുണ്ടോ, ഒന്നുമില്ല. നമ്മളെ കൂടെ വന്ന ആൾക്കാർക്ക് പോലും കമ്മീഷൻ കൊടുക്കുന്നത് ഈ ബയോട്ടോറിയം കമ്പനി അല്ലെ. അതേപോലെ നമ്മുടെ സമയത്തിന് ഇപ്പൊ 6 മണിക്ക് എണീറ്റ് ഇത് സൂം കാണണം, അല്ലെങ്കിൽ 6 മണിക്ക് എണീറ്റ് ഇപ്പൊ 7 മണിയാകുമ്പോഴത്തേക്ക് മാർക്കറ്റിലേക്ക് ഇറങ്ങണം. ഇനി അങ്ങനെയല്ല, 12 മണിക്ക് ശേഷം പോവാം, ഇന്ന് വീടിന്റെ അടുത്ത് കല്യാണം ഉണ്ട് അല്ലെങ്കിൽ മരണമുണ്ട്, അതൊക്കെ കഴിഞ്ഞിട്ട് പോവാം. ഇനി നിങ്ങൾക്ക് എപ്പോ വേണമെങ്കിലും ബിസിനസ് ചെയ്യാം അല്ലെ. ടൈമിംഗ് ഇല്ല, പാസീവ് ഇൻകം ആണ്. മറ്റുള്ളവർക്ക് ബിസിനസ് ഉണ്ടെങ്കിൽ മാത്രമേ വരുമാനം ഉണ്ടാവൂ, ആളുകൾ കയറുന്നില്ലെങ്കിൽ വരുമാനം ഉണ്ടാവില്ല. അതേ സമയത്ത് നമ്മളെ സംബന്ധിച്ച് നമുക്ക് ആദ്യത്തെ 2-3 വർഷം നന്നായിട്ടൊന്നൊരു ടീം ഡെവലപ്പ് ചെയ്ത് ഇഷ്ടം പോലെ ഫ്രാഞ്ചൈസികൾ ഇന്ത്യയിലെ പല സംസ്ഥാനങ്ങളിലും ഡെവലപ്പ് ചെയ്തെടുക്കുകയാണെങ്കിൽ നമുക്ക് നമ്മൾ ഈ ബിസിനസ് ഇൻവോൾവ് അല്ലാത്ത സമയത്തും എന്ത് ചെയ്യാൻ പറ്റും, നമുക്ക് വരുമാനം വന്നുകൊണ്ടേയിരിക്കും അല്ലെ. ഫുൾ ടൈം എന്ത് ചെയ്യണ്ട, എൻഗേജ് ചെയ്യണ്ട. മറ്റുള്ള എല്ലാ ബിസിനസ്സിലും നമ്മൾ എന്തായിരിക്കണം, എൻഗേജ് ചെയ്തിരുന്നേ പറ്റൂ എന്നുള്ളതാണ്. അതേപോലെ ഇതിൽ റിസ്ക് ഇല്ല, കാരണം നമുക്ക് ഇൻവെസ്റ്റ്മെന്റ് ഇല്ല. അതുകൊണ്ട് തന്നെ നമുക്ക് നഷ്ടസാധ്യതകളൊന്നുമില്ല, നേട്ടങ്ങൾ മാത്രമേ ഉള്ളൂ. അൺലിമിറ്റഡ് ഇൻകം കിട്ടും. അതേ സമയത്ത് തന്നെ ഇതിൽ പറയാനുള്ള ഒരു കാര്യം ഞാൻ അഭിലാഷ് സാർ ഓൾറെഡി സംസാരിച്ചു. നമുക്കിത് ഇൻവെസ്റ്റ്മെന്റ് ഇല്ലാത്തത് കൊണ്ട് തന്നെ നിങ്ങൾക്ക് ഇഷ്ടമുള്ള സമയത്ത് വർക്ക് ചെയ്യുക. അത് തന്നെയാണ് ഇതിന്റെ ഏറ്റവും വലിയ ന്യൂനത. ഇപ്പൊ എന്നെ കേൾക്കുന്ന ഈ ആളുകൾ എത്രത്തോളം ഇതിൽ ഇൻവോൾവ് ആണ് എന്നറിയില്ല. 6 മണിയിൽ നിന്ന് സൂം കഴിഞ്ഞ് 7 മണിയാകുമ്പോഴത്തേക്ക് നമ്മൾ ഫ്രീ ആയി. 7 മണിക്ക് ശേഷം വീണ്ടും ഇന്നലെ വരെ എന്തായിരുന്നോ അത് തന്നെ ചെയ്തുകൊണ്ടിരിക്കുന്നത് കൊണ്ട് ബിസിനസ് നടക്കുന്നുണ്ടാവില്ല ചിലപ്പോൾ. അതേസമയം ഒന്ന് മാറി ചിന്തിക്കുകയാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ലക്ഷങ്ങളും കോടികളും ഇതിലൂടെ ഉണ്ടാക്കാൻ പറ്റും. പക്ഷെ അതിനെന്ത് ചെയ്യണം, നമ്മൾ മാർക്കറ്റിൽ എപ്പോഴും അവൈലബിൾ ആയിരിക്കണം. നമുക്കൊരു ടീം ഡെവലപ്പ് ചെയ്യാന്നുള്ള ഒരു ഒറ്റൊരു കാര്യം മാത്രമേ ഈ ഒരു ഡയറക്ട് സെല്ലിംഗ് വിജയിക്കാൻ വേണ്ടൂ. അപ്പൊ നെറ്റ്വർക്ക് മാർക്കറ്റിംഗിലേക്ക് ഇറങ്ങുന്ന സമയത്ത് ആദ്യം മൈൻഡ് സെറ്റ് ചെയ്യേണ്ടത് ഞാനൊരു ടീമിനെ ഡെവലപ്പ് ചെയ്യുന്നുള്ളതാണ്. ആ ടീം വളരെ ശക്തമായ ഒരു ടീമാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്തു, നമ്മുടെ എഫേർട്ട് വളരെ വളരെ കുറവായിരിക്കും. ഈ ട്രഡീഷണൽ രീതി നമ്മൾ ഓൾറെഡി സംസാരിച്ചു കഴിഞ്ഞാണ്. നമ്മളിപ്പോ നമ്മുടെ കമ്പനിയുടെ കാര്യം എടുക്കുകയാണെങ്കിൽ ഈ ബയോട്ടോറിയം എന്ന് പറയുന്ന കമ്പനി അല്ലെ, ട്രഡീഷണൽ രീതിയിലാണ് ഈ ബിസിനസ് രീതി ഇരുന്നതെങ്കിൽ നമ്മുടെ കമ്പനി ഒരു പ്രൊഡക്റ്റ് മാനുഫാക്ചർ ചെയ്യുന്നു. ആ മാനുഫാക്ചർ ചെയ്ത പ്രൊഡക്റ്റ് ഒരു കൺട്രി സ്റ്റോക്കിസ്റ്റിന് കൊടുക്കുന്നു. ഇന്ത്യയിൽ മൊത്തം നിങ്ങൾക്ക് വിൽക്കാം എന്ന് പറഞ്ഞ് ഒരാളെ ഏൽപ്പിക്കാം. അങ്ങനെ ആ ഏൽപ്പിക്കുന്ന സമയത്ത് എന്ത് ചെയ്യുന്നു, അത് സ്റ്റേറ്റ് വൈസ്, അതേപോലെ ജില്ല ഡിസ്ട്രിക്ട് വൈസ്, അതേപോലെ തന്നെ ഓരോ നാട്ടിലുള്ള ഓരോ താലൂക്കിലുള്ള ഹോൾസെയിൽ ഡിസ്ട്രിബ്യൂട്ടർക്ക് അവിടുന്ന് റീറ്റെയിലേക്ക്, അവിടുന്ന് എൻഡ് കസ്റ്റമറിലേക്ക് ഈ ഒരു പ്രൊഡക്റ്റ് മൂവ് ചെയ്യപ്പെടും. അങ്ങനെ ഒരു ചെയിൻ സിസ്റ്റം നോർമൽ ട്രഡീഷണൽ രീതിയിലാണ് ഈ ബയോട്രൂത്തിന്റെ പ്രൊഡക്റ്റുകൾ മാർക്കറ്റ് ചെയ്യപ്പെട്ട് വന്നതെങ്കിൽ
ഇല്ലെങ്കിൽ നിങ്ങൾ ശ്രദ്ധിച്ചാൽ മതി, ഇവിടെയുള്ള ഒരു ആസ്റ്റർ മിംസിനോ അല്ലെങ്കിൽ അങ്ങനെയുള്ള വലിയ വലിയ ഹോസ്പിറ്റൽ ശൃംഖല വഴിയാണ് ഈ പ്രൊഡക്റ്റ് മാർക്കറ്റ് ചെയ്യുന്നതെങ്കിൽ അതിഭീമമായ ഒരു പൈസ എന്ത് ചെയ്യേണ്ടി വരും? അഡ്വർടൈസ്മെന്റിന്, സോഷ്യൽ മീഡിയ, ഡിജിറ്റൽ മാർക്കറ്റിംഗ് ഒക്കെ സ്പെൻഡ് ചെയ്യേണ്ടി വരും അല്ലെ? എല്ലാ ബിസിനസ് ചെയ്യുന്ന എല്ലാ പ്രൊഡക്റ്റുകളും ഇന്ന് അവൈലബിൾ. ചൈനയിൽ നിന്ന് നമ്മളിപ്പോ പ്രൊഡക്റ്റ് എടുക്കുന്നുണ്ട് അല്ലെ? ഇവിടുന്ന് ഓൺലൈനിൽ alibaba.com മറ്റുള്ള ചൈനയിലുള്ള ഏത് ഹബ്ബ് കയറി കഴിഞ്ഞാലും വെബ് പോർട്ടലിലൂടെ നമുക്ക് എന്ത് ചെയ്യാം? ബുക്ക് ചെയ്യാം, അഡ്വാൻസ് പേയ്മെന്റ് ചെയ്യാം, പ്രൊഡക്റ്റ് എന്ത് ചെയ്യും? ഷിപ്പ് ചെയ്യും, ഇന്ത്യയിലേക്ക് എത്തുന്നു, ഇന്ത്യയിലെത്തി പ്രൊഡക്റ്റ് കേരളത്തിലേക്ക് എത്തുന്നു, കൊച്ചിയിൽ നമുക്ക് പ്രൊഡക്റ്റ് കിട്ടി, ആ പ്രൊഡക്റ്റ് നമ്മൾ എന്ത് ചെയ്യും? ഈ ഒരു ശൃംഖലയിലൂടെ വിൽക്കുന്ന അവസരത്തിൽ ഈ പ്രൊഡക്റ്റ് ആളുകൾ വാങ്ങാൻ വേണ്ടി എന്ത് ചെയ്യും? നമ്മള് ഒരു ഫേമസ് ആയിട്ടുള്ള നടനെയും നടിയും ഒക്കെ വെച്ചുകൊണ്ട് പരസ്യം ചെയ്യും. അത് ഭീമമായ ഒരു സംഖ്യയാണ്, കോടികളാണ് എന്ത് ചെയ്യുക? പരസ്യത്തിന് മുടക്കുക. അപ്പൊ ഇതൊക്കെ എവിടെ നിന്നാണ് ഈ ഒരു ഡിസ്ട്രിബ്യൂട്ടർക്ക് കിട്ടുക എന്ന് വെച്ച് കഴിഞ്ഞാൽ അതൊക്കെ കോസ്റ്റിലേക്ക് ആഡ് ചെയ്യപ്പെടും. ഇപ്പൊ ഏറ്റവും സിമ്പിൾ ആയിട്ട് നമ്മൾ 10 രൂപക്ക് വാങ്ങുന്ന ഒരു ബിസ്ക്കറ്റ്, ഒരു ബ്രിട്ടാനിയുടെ ബിസ്ക്കറ്റ്, എന്റെ കസ്റ്റമർ, നിങ്ങൾ ഈ റൈറ്റ് സൈഡുള്ള പോയിന്റ് നോക്കിയാൽ മതി, അത് എനിക്ക് തരുന്ന ഒരു റീറ്റെയിലർക്ക് 50 പൈസ പ്രോഫിറ്റ് ഉണ്ടാവും. ഓക്കെ, അത് തൊട്ട് അടുത്തുള്ള ഹോൾസെയിലർക്ക് 50 പൈസ കിട്ടണ്ടേ? അത് തൊട്ട് മുകളിലെ ഡിസ്ട്രിക്ട് സ്റ്റോക്കിസ്റ്റിന് ഒരു 25 പൈസ കിട്ടും. അതേപോലെ തന്നെ സ്റ്റേറ്റ് സ്റ്റോക്കിസ്റ്റിന് ഒരു 25 പൈസ കിട്ടും. അതേപോലെ കൺട്രി സ്റ്റോക്കിസ്റ്റിന് ഒരു 25 പൈസ കിട്ടുന്ന കൂട്ടിയിരിക്കും, ഏറ്റവും ലീസ്റ്റ്. അപ്പൊ ഏകദേശം എന്തായി? 50, 1 രൂപ, 1.25 രൂപയായി. ഏകദേശം ഒരു 5 രൂപക്ക് അടുത്ത് എന്തുണ്ടാവും? 6 രൂപക്ക് അടുത്ത് എക്സ്പെൻസ് പോകും പെർ പീസിന്റെ മുകളിൽ. അപ്പൊ ഏകദേശം 10 രൂപക്ക് നമ്മൾ വാങ്ങി കഴിക്കുന്ന ബിസ്ക്കറ്റിന് ഏകദേശം 7 രൂപ 8 രൂപ എന്തായി? മാനുഫാക്ചറിങ് കോസ്റ്റും അതേപോലെ തന്നെ മാർക്കറ്റിംഗ് കോസ്റ്റും ഉണ്ടാവും. അപ്പൊ 2 രൂപയാണ് മാനുഫാക്ചറിങ് കോസ്റ്റ് വരും ഒരു പ്രൊഡക്റ്റിന്. മാക്സിമം പോയാൽ 3 രൂപ. ഏത് പ്രൊഡക്റ്റ് എടുത്താലും 20 to 30% ആണ് മാനുഫാക്ചറിങ് കോസ്റ്റ് ഉണ്ടാവുക. അപ്പൊ ബാക്കി വരുന്ന കോസ്റ്റ് എന്ത് ചെയ്യും? ഈ ഇടനിലക്കാരും പരസ്യക്കാരുമായ കോടീശ്വരന്മാരായ വളരെ സമ്പന്നരിൽ നിൽക്കുന്ന ആളുകളുടെ കയ്യിലേക്ക് തന്നെ എന്ത് ചെയ്യും? സർക്കുലേറ്റ് ചെയ്ത് വരുന്ന ഒരു രീതിയാണ് ട്രഡീഷണൽ രീതി എന്ന് പറയുന്നത്. അതുകൊണ്ടാണ് ഒരു സാധാരണക്കാരനും നിങ്ങളുടെ നാട്ടിൽ എവിടെയും വലിയ വലിയ കച്ചവടക്കാരനായിട്ട് കാണാൻ പറ്റില്ല. കാരണം ഇതിനെന്ത് ചെയ്യണം? ഇൻവെസ്റ്റ് ചെയ്യണം. അപ്പോ ഇതിൽ വരുന്ന 70-80% അതിന്റെ എന്ത് ചെയ്യും? ഈ ഒരു എന്റെ കസ്റ്റമർ 10 രൂപ ഒരു ബ്രിട്ടാനിയ ബിസ്ക്കറ്റ് ഉണ്ടെങ്കിൽ 3 രൂപ കോസ്റ്റ് വന്നാൽ 7 രൂപ വീണ്ടും റീഡിസ്ട്രിബ്യൂട്ട് ചെയ്ത് പോകുന്നത് ഈ ഒരു ശൃംഖലയിലായിരിക്കും. അപ്പൊ നേരെ മറിച്ച് ഡയറക്ട് സെല്ലിംഗിലേക്ക് വരുന്ന സമയത്ത് റഫറൽ ആണെന്ന് പറഞ്ഞു. നമ്മൾ എന്ത് ചെയ്യുന്നു? ഇവരൊക്കെ ഏത് ബിസിനസ് രീതിയാണെങ്കിൽ നമ്മളാണ് മാർക്കറ്റ് ചെയ്യുന്നത് അല്ലെ? നിങ്ങളുടെ നാട്ടിലുള്ള നല്ല ഡോക്ടറെ നിങ്ങളാണ് നല്ല ഡോക്ടറെ ആക്കുന്നത്, നല്ല സിനിമയെ നിങ്ങളാണ് നല്ല സിനിമയാക്കുന്നത്, നല്ല ഹോട്ടൽ ഉണ്ടാവും അല്ലെ? ആ ഹോട്ടലിനെ പ്രശസ്തരാക്കുന്നത് നിങ്ങളാണ്. അതേപോലെ തന്നെ എന്ത് കാര്യത്തില്ല, വക്കീലിനെ വക്കീലാക്കിയതും ടീച്ചറാക്കിയതും ഒക്കെ നിങ്ങളാണ്. അപ്പൊ സ്കൂളുകളിലേക്ക് കുട്ടികളുടെ അഡ്മിഷൻ എടുത്തു കൊടുക്കുന്നത്, ടീച്ചേഴ്സ് വന്നിട്ട് അഡ്മിഷന് വേണ്ടി ആളെ പഠിക്കാൻ വരുന്ന സമയത്ത് നമ്മൾ റഫറലിലൂടെ, എന്റെ സുഹൃത്തിന്റെ കുട്ടിയോട് ഞാൻ പറയും എന്റെ മോൻ അവിടെയാണ് പഠിച്ചത്, അവിടെ പഠിപ്പിച്ചു. അപ്പൊ ആരാണ് ആ സ്കൂളിനെ മാർക്കറ്റ് ചെയ്യുന്നത്? അതും നമ്മളാണ്. ഏത് തരത്തിലുള്ള മാർക്കറ്റിംഗ്. അപ്പൊ നോർമൽ കേസിൽ നമ്മൾ ഒരു പ്രൊഡക്റ്റ് വാങ്ങി ഇഷ്ടപ്പെട്ടു, ഇതേപോലുള്ള പല ഷോപ്പുകളിൽ നിന്നും പല ബിസിനസ്സിൽ നിന്നൊക്കെ വാങ്ങി, ഷോപ്പിംഗ് മാളിൽ നിന്നൊക്കെ വാങ്ങി നമ്മൾ പ്രൊമോട്ട് ചെയ്ത് അവിടെ ആളുകൾ എത്തുന്ന സമയത്ത് നമ്മുടെ അക്കൗണ്ടിലേക്ക് ഒരു വരുമാനം വരില്ല അല്ലെ? ഒന്നും കിട്ടില്ല നമുക്ക്. അതേ സമയത്ത് ഈ ഒരു ഇതിന് പാരലായിട്ട്, ഇതിനൊരു ബദലല്ല, ഇതിനൊരു പാരലായിട്ട് ഇവിടെയുള്ള ഒരു ഇൻഡസ്ട്രിയാണ് ഡയറക്ട് സെല്ലിംഗ് ഇൻഡസ്ട്രി. അത് സെയിം പ്രൊസീജിയർ ആണ്. നേരത്തെ കണ്ട ട്രഡീഷണൽ രീതി അതേ ബിസിനസ് രീതിയാണ്. ഒരു കമ്പനി മാനുഫാക്ചർ ചെയ്യുന്നു, ഇബയോട്ടോറിയം എന്ന് പറയുന്ന കമ്പനി മാനുഫാക്ചർ ചെയ്യുന്നു, ഇബയോട്ടോറിയം എന്ന് പറയുന്ന കമ്പനി ഒരു ഡയറക്ട് സെല്ലർക്ക് ഈ പ്രൊഡക്റ്റ് കൊടുക്കുന്നു. ആ ഡയറക്ട് സെല്ലർ എന്ത് ചെയ്യുന്നു? വേറൊരു ഡയറക്ട് സെല്ലറിലേക്ക് റെഫറൽ ചെയ്യുന്നു, വീണ്ടും മറ്റൊരു ഡയറക്ട് സെല്ലർ അല്ലെ? ആ ഒരു മൗത്ത് പബ്ലിസിറ്റി വഴി എന്റെ കസ്റ്റമർ എന്ന് പറയുന്നത് ഇതിന്റെ ഡയറക്ട് സെല്ലർ തന്നെയാണ്. നേരിട്ട് മാനുഫാക്ചർ എടുക്കുന്നു, ഒരു മാർക്കറ്റിംഗ് കമ്പനി എന്ത് ചെയ്യുന്നു? അതിന്റെ എന്റെ കസ്റ്റമറിലേക്ക് പ്രൊഡക്റ്റ് എത്തിക്കുന്ന രീതിയാണ് ഡയറക്ട് സെല്ലിംഗ് എന്ന് പറയുന്നത്. ഇതിനെന്തില്ല? പബ്ലിസിറ്റിക്ക് പരസ്യത്തിന്റെ ആവശ്യമില്ല. കാരണം അത്രയും ക്വാളിറ്റിയുള്ള ഉൽപ്പന്നം, റിസൾട്ട് ഓറിയന്റഡ് ഉൽപ്പന്നം ആയതുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഈ പ്രൊഡക്റ്റിന് അഡീഷണൽ ആയിട്ടൊരു അഡ്വർടൈസ്മെന്റ് ആവശ്യം വരില്ല. അപ്പൊ ഇവിടെ സംഭവിക്കുന്നത്, വേണമെങ്കിൽ ഇബയോട്ടോറിയം എന്ന് പറയുന്ന കമ്പനിക്ക് അതിന്റെ മാനുഫാക്ചറിങ് കോസ്റ്റ് കഴിഞ്ഞ് അതിന് ബാക്കി വരുന്ന എമൗണ്ട് ആ കമ്പനിക്ക് തന്നെ മാക്സിമം എടുക്കാൻ പറ്റും. പക്ഷെ നമ്മുടെ കമ്പനിയുടെ പോളിസി
നേരത്തെ നമ്മൾ കണ്ട ഒരു 70-80% വരുന്ന ഈ ഒരു പ്രോഫിറ്റ് എന്ത് ചെയ്യുന്നു, നമ്മുടെ ഡിസ്ട്രിബ്യൂട്ടേഴ്സിന് ആരാണോ ഈ ഒരു കമ്പനിയെ പ്രൊമോട്ട് ചെയ്യുന്നത് അവർക്ക് വീണ്ടും എന്ത് ചെയ്യുന്നു, റീഡിസ്ട്രിബ്യൂട്ട് ചെയ്ത് കൊടുക്കുന്ന ഒരു വളരെ മനോഹരമായ ഒരു ബിസിനസ് രീതിയിലാണ് നമ്മൾ ഇന്ന് വർക്ക് ചെയ്യുന്നത്. ഈ ഇൻഡസ്ട്രിയെ കുറിച്ച് മനസ്സിലാക്കാത്തത് കൊണ്ടാണ് പലരും എന്ത് ചെയ്യുന്നത്, ഈ ഇൻഡസ്ട്രി വിട്ടു പോകുന്നത്. അപ്പൊ നേരത്തെ പറഞ്ഞ ഫ്രാഞ്ചൈസി പോലെ ലോകത്തിൽ എവിടെ KFC ഓപ്പൺ ചെയ്താലും അമേരിക്കയിലേക്കാണ് പൈസ പോകുന്നത്. ലോകത്തിൽ എവിടെ ഒരു ഇബയോട്ടോറിയം പ്രോഡക്റ്റ് മാർക്കറ്റ് ചെയ്യപ്പെടുന്നുണ്ടെങ്കിൽ അതിന്റെ പ്രോഫിറ്റും അതിന്റെ ടാക്സും ഒക്കെ ഇന്ത്യയിലാണ് എത്തുന്നത്. അതിന്റെ ഒരു ഭാഗമാണ് നമ്മൾ, അതും കൂടി നമ്മൾ മനസ്സിലാക്കണം. ഒരു പ്യുവർ ഇന്ത്യൻ കമ്പനി, ഒരു ബൈപ്പാസ് ഇൻഡസ്ട്രിയാണിത്. ഇതിന്റെ ഹിസ്റ്ററി നോക്കിയാൽ ഇതാണ് ഇൻഡസ്ട്രി. ഇൻഡസ്ട്രിയുടെ വർക്ക് ഏകദേശം ഇങ്ങനെയായിരിക്കും. നിങ്ങൾക്ക് മനസ്സിലാക്കി കാണുമെന്ന് വിശ്വസിക്കുന്നു. മനസ്സിലായിട്ടുണ്ടെങ്കിൽ ഒരു തമ്പ് ചാറ്റ് ബോക്സിൽ ഇട്ട് കഴിഞ്ഞാൽ നല്ലതായിരിക്കും. അപ്പൊ ഈ ഇൻഡസ്ട്രി എവിടെ തുടങ്ങി, ഇതിന്റെ ഒരു ചരിത്രം അല്ലെ ഉണ്ടോ എന്നുള്ളതൊന്ന് പരിശോധിക്കുന്ന സമയത്ത് 1920-30 കാലഘട്ടം മുതൽ അമേരിക്കയിൽ നിന്നുണ്ട് മൾട്ടി ലെവൽ മാർക്കറ്റിംഗ് എന്ന് പറയുന്ന ഒരു സിസ്റ്റം ഡെവലപ്പ് ചെയ്ത് വന്നത്. അന്ന് അത് ലീഗലൊന്നും ആയിരുന്നില്ല. അത് ഇങ്ങനെ നമ്മുടെ നാട്ടിലൊക്കെ പണ്ട് മണിച്ച് നടന്നതുപോലെ ഒരു പ്രൊഡക്റ്റ്, ഏതെങ്കിലും പ്രൊഡക്റ്റ്, പെർഫ്യൂം, മറ്റുള്ള പ്രൊഡക്റ്റുകളൊക്കെ ആയിട്ട് അവരെന്ത് ചെയ്തു, ബിസിനസ് ചെയ്ത് വന്നു എന്നുള്ളതാണ്. ന്യൂട്രൽ ആയിട്ടാണ് അവിടെ ആദ്യമായിട്ട് വന്ന ഒരു ഡയറക്ട് സെല്ലിംഗ് കമ്പനി. ആ ന്യൂട്രൽ ലൈറ്റ് എന്ന് പറയുന്ന കമ്പനി എന്ത് ചെയ്തു, മുന്നേ അതിന്റെ പേര് കാലിഫോർണിയ പെർഫ്യൂം കമ്പനി എന്നായിരുന്നു. പിന്നീട് അത് അവോൺ എന്ന് പറയുന്ന പേരിലേക്ക് മാറ്റി. എല്ലാവരും കേട്ടിട്ടുണ്ടാവും. ഈ അവോൺ എന്ന് പറയുന്ന കമ്പനി എന്ത് ചെയ്തു, ന്യൂട്രൽ ലൈറ്റ് എന്ന് പറയുന്ന കമ്പനി 1972 എന്ത് ചെയ്തു, ആംബെ അതിനെ എന്ത് ചെയ്തു, സ്വന്തമാക്കി. അപ്പൊ അതിനുശേഷമാണ് എന്ത് ചെയ്യുന്നത്, ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ അതിനെ പറ്റി കൂടുതൽ അറിയുന്നത്. ഈ ഒരു ന്യൂട്രലൈറ്റ് എന്ന് പറയുന്ന ന്യൂട്രലൈറ്റ് വിറ്റാമിൻ കമ്പനി എന്ന് പറയുന്നത് ശരിക്കും രജിസ്റ്റർ ചെയ്യപ്പെടുന്നത് 1945 എന്ന് വെച്ചാല് 10-15 വർഷത്തോളം അവര് രജിസ്ട്രേഷൻ ഇല്ലാതെ തന്നെ ശരിക്കും വർക്ക് ചെയ്തിട്ടുണ്ടാവും അല്ലെ. ചരിത്രം നോക്കുന്ന സമയത്ത് 1972 ആംബെ വരുന്നു. 1979 ആംബെ എന്ത് ചെയ്യുന്നു, ഇതിന്റെ ബിസിനസ് സ്ട്രാറ്റജിക്ക് പിരമിഡ് അല്ലാത്ത സ്കീമാണ് എന്നുള്ള ഗവൺമെന്റ് അപ്രൂവൽ കിട്ടി. എന്ത് ചെയ്യുന്നു, ആംബെ അതിശക്തമായിട്ട് ഈ ഒരു ഡയറക്ട് സെല്ലിംഗ് ഇൻഡസ്ട്രിയിലേക്ക് കടന്നു വരുന്നതാണ്. ഇതിനൊരു ഗ്രോത്ത് ഉണ്ടാകുന്നത് അവിടെ അമേരിക്കയിലുള്ള സക്സസ് മാഗസിനിൽ വി ക്രിയേറ്റ് മില്യനേഴ്സ് എന്ന് പറയുന്ന ഒരു ആർട്ടിക്കിൾ വന്നു ഡയറക്ട് സെല്ലിംഗ് ഇൻഡസ്ട്രിയെ കുറിച്ച്. നമ്മളിപ്പോ ഇവിടെ പറയുന്നില്ലേ, കോടീശ്വരന്മാർ സൃഷ്ടിക്കും, ലക്ഷപ്രമുഖുകളെ സൃഷ്ടിക്കും എന്നൊക്കെ. അങ്ങനെ എന്ത് ചെയ്തു എന്ന് വെച്ചാൽ അത് വളരെ എന്ത് ചെയ്തു, സജീവമായ ചർച്ചകളിലേക്ക് വഴിവെക്കുകയും ആ സക്സസ് മാഗസിൻ എന്ത് ചെയ്തിട്ടുണ്ട്, അതിന്റെ ചരിത്രത്തിൽ ഇല്ലാത്ത തരത്തിൽ 100 കൊല്ലത്തെ ചരിത്രത്തിൽ ഇല്ലാത്ത അത്രയും കോപ്പികളാണ് ഈ ഒരു മാഗസിൻ അന്ന് വിറ്റുപോയതാണ്. അപ്പൊ ആളുകൾക്ക് ഇതിനോട് താല്പര്യമുണ്ടെന്നുള്ളതിന്റെ അറിവാണത്. പിന്നീട് എന്ത് ചെയ്തതെന്ന് വെച്ചാൽ ദ ഗ്രേറ്റസ്റ്റ് നെറ്റ്വർക്കർ ഇൻ ദ വേൾഡ് എന്ന് പറയുന്ന ഒരു ബുക്ക് രചിക്കപ്പെട്ടു. അത് എന്ത് ചെയ്തു, നെറ്റ്വർക്ക് മാർക്കറ്റിംഗ് ശരിയായ രീതിയിൽ എങ്ങനെ ചെയ്യാന്നുള്ളതിനെ പറ്റിയിട്ടുള്ള പഠനങ്ങളൊക്കെ വന്നു. പിന്നീട് എന്ത് ചെയ്തു വെച്ചാല് ലോകപ്രശസ്തമായ മാഗസിനുകളായ ഫോബ്സ്, ഫോർച്യൂൺ, USA ടുഡേ, USA ന്യൂസ്, വേൾഡ് റിപ്പോർട്ട്, ദ വാൾ സ്ട്രീറ്റ് ജേണൽ, ഇവിടെയൊക്കെ എന്ത് ചെയ്തു, നെറ്റ്വർക്ക് മാർക്കറ്റിങ്ങിനെ കുറിച്ച് ഫീച്ചറുകൾ വരാൻ തുടങ്ങി. കാരണം ഒരു ബൈപ്പാസ് ഇൻഡസ്ട്രിയുടെ ലോകത്തിൽ രാജ്യത്തിന്റെ സമ്പദ്ഘടനയെ സ്ട്രോങ് ആക്കാൻ പറ്റുമെന്ന് തിരിച്ചറിഞ്ഞത് കൊണ്ട് തന്നെ ഗവൺമെന്റിന്റെ ഭാഗത്തു നിന്നും അതേപോലെ സാമ്പത്തിക വിദഗ്ധരുടെ ഭാഗത്തു നിന്നൊക്കെ ഈ ഒരു ഇൻഡസ്ട്രിക്ക് വേണ്ടി എന്ത് ചെയ്തു, ഒരുപാട് സഹകരണങ്ങളൊക്കെ ഉണ്ടായി എന്നുള്ളതാണ്. 1,70,000 ആളുകൾ ഒരാഴ്ച, ലോകം മൊത്തം 3 ലക്ഷം ആളുകൾ ആഴ്ചയിൽ ജോയിൻ ചെയ്തുകൊണ്ടിരിക്കുന്ന ഇൻഡസ്ട്രിയായി എന്ത് ചെയ്തു, ഈ ഒരു ഡയറക്ട് സെല്ലിംഗ് ഇൻഡസ്ട്രി മാറി എന്നുള്ളതാണ്. 2009 മുതൽ 2011 വരെയുള്ള കാലഘട്ടത്തിൽ ഈ ഒരു സമയം നമ്മൾ ഒന്ന് മനസ്സിലാക്കി വെച്ചാൽ മതി. The top 7 publicly traded network marketing companies averaged 268% increase in share value ആണ്. അവരുടെ ഷെയർ വാല്യൂല് 2009, 2010, 2011 കാലഘട്ടത്തിൽ അവരുടെ ഷെയർ വാല്യൂല് 268% എന്ത് ചെയ്തത്, ഹൈപ്പ് ഉണ്ടാക്കിയെടുത്തത്. അപ്പൊ ആലോചിച്ച് നോക്കിയാൽ 2011 ഇന്ത്യയിൽ എന്ത് ചെയ്യുന്നത്, ഈ ഒരു ഇൻഡസ്ട്രി ബാൻ ചെയ്യുന്നത്. അത് നമ്മൾ മനസ്സിലാക്കണം, അത് നമുക്ക് ഡിസ്കസ് ചെയ്യാം. അപ്പൊ ലോകത്തില് എന്ത് ചെയ്യുന്നു, വളരെ ഹൈപ്പായിട്ട് പോകുന്ന സമയത്ത് ലോകപ്രശസ്തരായ പലരും, നമ്മളെപ്പോഴും നിങ്ങൾക്ക് അറിയാവുന്ന ഒരാളുകളായിരിക്കും, നമ്മൾ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന ആളുകളാണ്. പോൾസൺ പിൽസർ എന്ന് പറയുന്ന വേൾഡ് റിനോവ്ഡ് എക്കണോമിസ്റ്റ്, അദ്ദേഹത്തിന്റെ ദ നെക്സ്റ്റ് മില്യനർ എന്ന് പറയുന്ന ബുക്കിൽ അദ്ദേഹം എഴുതിയിട്ടുണ്ട്, from 2006 to 2016 there will be a 10 million new millionaires in the US alone, many emerging from direct selling. Direct selling industry എന്ത് ചെയ്യും,
ആ 2006, 2016 കാലഘട്ടത്തിൽ എന്ത് ചെയ്യുമെന്ന് വെച്ചാൽ മില്യനേഴ്സ് ഉണ്ടാവുന്ന പറഞ്ഞത്. അതിന് തൊട്ട് താഴെ നിങ്ങൾ കാണുന്ന റോബർട്ട് കിയോസാക്കി, അദ്ദേഹവും സാമ്പത്തിക വിദഗ്ധനാണ്. ഡയറക്ട് സെല്ലിംഗ് ഗിവ്സ് പീപ്പിൾ ദ ഓപ്പർച്യൂണിറ്റി with very low risk and very low financial commitment to build their own income generating asset and acquire great wealth. അതിസമ്പന്നമായി മാറാൻ പറ്റുന്ന തരത്തിൽ അസറ്റുകളും അല്ലെ അതേപോലെ തന്നെ വെൽത്തും ക്രിയേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു ഓപ്പർച്യൂണിറ്റിയാണ് ഡയറക്ട് സെല്ലിംഗ് എന്ന് റോബർട്ട് കിയോസാക്കിയുടെ സ്റ്റേറ്റ്മെന്റ് ഉണ്ട്. അതേപോലെ തന്നെ സ്റ്റീഫൻ കോവേ, ഓതർ ഓഫ് ദ 7 ഹാബിറ്റ്സ് ഓഫ് ഹൈലി എഫക്റ്റീവ് പീപ്പിൾ, അദ്ദേഹത്തിന്റെ ബുക്ക് വളരെ പ്രശസ്തമാണ്. എന്നുവെച്ചാൽ ഹൈലി എഫക്റ്റീവായിട്ട് ജീവിതത്തിൽ വിജയിച്ച ആളുകളുടെ ഒരു കോമൺ സ്വഭാവങ്ങളെ കുറിച്ച് എഴുതിയ ഒരു ബുക്കാണ്. നമ്മളത് മുന്നേ ആ ടോപ്പിക് നമ്മൾ ഇട്ടിട്ടുണ്ട് ഓൾറെഡി. നെറ്റ്വർക്ക് മാർക്കറ്റിംഗ് ഹാസ് കം ഓഫ് ഏജ്. ഇറ്റ്സ് undeniable that it has become a way to entrepreneurship and independence for millions of people എന്നാണ്. ഇതൊക്കെ പറയുന്നത് 2010, 2016 കാലഘട്ടത്തിന്റെ ഉള്ളിലുള്ള സ്റ്റേറ്റ്മെന്റുകളാണ്. പക്ഷെ ഇന്ന് അതൊക്കെ യാഥാർത്ഥ്യമായി മാറിക്കൊണ്ടിരിക്കുക അല്ലെ. ലോകം മുഴുവൻ മില്യനേഴ്സിനെ ക്രിയേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു ഇൻഡസ്ട്രിയാണ് ഡയറക്ട് സെല്ലിംഗ് എന്ന് അന്ന് മുതലേ പറഞ്ഞിട്ടുണ്ട്. അന്ന് ബിൽ ക്ലിന്റൺ അല്ലെ, നിങ്ങൾക്ക് അറിയാവുന്ന എല്ലാവർക്കും അറിയായിരിക്കും, അമേരിക്കൻ പ്രസിഡന്റ് ആയിരുന്നു. അദ്ദേഹം പറഞ്ഞത് യു സ്ട്രെങ്തൻ അവർ കൺട്രി and our economy not just by striving for your own success but by offering opportunity to others. You strengthen our country. ഒരു പ്രസിഡന്റാണ് പറയുന്നത്, നിങ്ങൾ നമ്മുടെ രാജ്യത്തിനെ ശക്തിപ്പെടുത്തി നിങ്ങൾ ഒരു ബിസിനസ് ചെയ്തു എന്നുള്ളത് കൊണ്ടതല്ല, നിങ്ങൾ എന്ത് ചെയ്തു മറ്റുള്ളവർക്ക് ഒരു ഓഫർ എന്ത് ചെയ്തു ഓപ്പർച്യൂണിറ്റി ഷെയർ ചെയ്തു എന്നുള്ളത് കൊണ്ട് എന്ത് ചെയ്തു നിങ്ങൾ നമ്മുടെ സാമ്പത്തിക സ്ഥിരത നേടാൻ വേണ്ടി എന്ത് ചെയ്തു സാധിച്ചു എന്ന് ഒരു അമേരിക്കൻ പ്രസിഡന്റാണ് സംസാരിക്കുന്നത്. അപ്പൊ ഇത്രയും പ്രഗത്ഭരായ ആളുകൾ അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തിയ മേഖലയാണ്. ഇനി US പ്രസിഡന്റായ ജോർജ് W. ബുഷ്, കീനോട്ട് സ്പീക്കർ ഫോർ ദ ഡയറക്ട് സെല്ലിംഗ് അസോസിയേഷൻസ് 2012 ആനുവൽ മീറ്റിംഗ്, 2012 ഡയറക്ട് സെല്ലിംഗ് അസോസിയേഷന്റെ ആനുവൽ മീറ്റിംഗിൽ വിശിഷ്ട വ്യക്തിയായിരുന്നു, കീനോട്ട് സ്പീക്കർ ആയിരുന്നു എന്നുള്ളതാണ്. നിങ്ങൾ ആലോചിച്ച് നോക്കിയാൽ മതി, ഇങ്ങനെ ഒരു ഇൻഡസ്ട്രിക്ക് വേണ്ടി ഒരു പ്രസിഡന്റ് വന്നിട്ട് എന്ത് ചെയ്യും കീനോട്ട് സ്പീക്കർ ആവുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഒരു വിശിഷ്ട വ്യക്തിയെ അവിടെ വന്ന് സംസാരിക്കുക, അത് അവിടുത്തെ മുൻ പ്രസിഡന്റ് ആണ് എന്നുള്ളത് എന്ത് ചെയ്യുക നമുക്ക് ആത്മവിശ്വാസം തരണം. ഇതൊക്കെ പറയുന്നത് അമേരിക്കയിലല്ലേ എന്നുള്ള ചിന്ത കുറെ ആളുകളുടെ ഉള്ളിൽ ചിലപ്പോൾ വരുന്നുണ്ടാവും. നെറ്റ്വർക്ക് മാർക്കറ്റിംഗ് ഈസ് എ ട്രമൻഡസ് കോൺട്രിബ്യൂഷൻ ടു ദ ഓവറോൾ പ്രോസ്പെരിറ്റി ഓഫ് ദ എക്കണോമി. പറഞ്ഞിരിക്കുന്നത് ടോണി ബ്ലെയർ ആണ്. അത് ബ്രിട്ടീഷ് പ്രധാനമന്ത്രിയായിരുന്നു. മൊത്തത്തിലുള്ള സാമ്പത്തിക ഘടനയ്ക്ക് എന്ത് ചെയ്യും ഒരു പ്രോസ്പെരിറ്റി കൊണ്ടുവരാൻ നെറ്റ്വർക്ക് മാർക്കറ്റിംഗിലൂടെ സാധിക്കും എന്ന് പറഞ്ഞിട്ടുണ്ട്. അതേപോലെ ഡേവിഡ് ബാച്ച്, ഓതർ ഓഫ് ദ ന്യൂയോർക്ക് ടൈംസ് ബെസ്റ്റ് സെല്ലർ ദ ഓട്ടോമാറ്റിക് മില്യനർ എന്ന് പറയുന്ന ബുക്കിന്റെ രചയിതാവ്, യു ഡോണ്ട് നീഡ് ടു ക്രിയേറ്റ് എ ബിസിനസ് പ്ലാൻ ഓർ ക്രിയേറ്റ് എ പ്രൊഡക്റ്റ്, യു ഓൺലി നീഡ് ടു ഫൈൻഡ് എ റെപ്യൂട്ടബിൾ കമ്പനി, one that you trust, that offers a product or service you believe in and can get passionate about it. നിങ്ങളൊരു സ്വന്തമായിട്ടൊരു ബിസിനസ് തുടങ്ങേണ്ട ആവശ്യമൊന്നുമില്ല. നിങ്ങളൊരു നല്ല ഒരു ഡയറക്ട് സെല്ലിംഗ് കമ്പനി, റെപ്യൂട്ടഡ് ആയിട്ടുള്ള വിശ്വസിക്കാൻ കൊള്ളാവുന്ന ഒരു ഡയറക്ട് സെല്ലിംഗ് കമ്പനി എന്ത് ചെയ്താൽ മതി, പഠിച്ച് തെരഞ്ഞെടുത്താൽ മതി എന്ന് പറയുന്നത്. ഇപ്പൊ നമ്മൾ മുന്നിൽ കിട്ടിയ ഒരു അവസരം, പഠിക്കാതെയോ അല്ലെങ്കിൽ പഠിച്ചോ നമ്മൾ വന്ന് എത്തിപ്പെട്ടിരിക്കുന്നത് ഒരു റെപ്യൂട്ടഡ് കമ്പനിയിലല്ലേ. അത് എല്ലാവർക്കും അറിയാം. ഈ കഴിഞ്ഞ 1500 ദിവസത്തിന്റെ മേലെയായി പേ ഔട്ട് ഇതുവരെ സ്റ്റോപ്പ് ചെയ്യാത്ത ഒരു കമ്പനി, ഓരോ വർഷവും അതിന്റെ ഡിസ്ട്രിബ്യൂട്ടേഴ്സിന് വരുമാനം കൂട്ടി കൊടുത്ത കമ്പനി, 5000ന്റെ മുകളിൽ നിന്ന് ഇപ്പൊ 6820 വരെ എത്തി അല്ലെ. നമ്മൾ സെലക്ട് ചെയ്ത കമ്പനി ഓക്കെയാണ്, നമ്മൾ ഓക്കെ ആയാൽ മതി, അല്ലാതെ വേറെ കമ്പനി ഉണ്ടോ എന്ന് നോക്കിപ്പോയിട്ട് കാര്യമില്ല. നമ്മൾ ഓക്കെ ആവുക എന്നുള്ളതാണ്. ഒരു സ്ഥലത്ത് സ്റ്റിക്ക് ഓൺ ചെയ്ത് 3 to 5 years വർക്ക് ചെയ്ത ആളുകൾ മാത്രമേ ഇന്ത്യയിൽ കോടീശ്വരന്മാരായിട്ടുള്ളൂ. അതാണ് നമ്മൾ ആദ്യം മനസ്സിലാക്കേണ്ടത്. ഈ ഇൻഡസ്ട്രിയിലേക്ക് വരുന്ന സമയത്ത്, കാലെടുത്ത് വെക്കുന്ന സമയത്ത് നമുക്ക് ഒരു ലോങ് ടൈമിലുള്ള ഒരു വിഷൻ ഉണ്ടായിരിക്കണം എന്നതാണ്. ഇനി ഡൊണാൾഡ് ട്രംപ്, അദ്ദേഹത്തിന്റെ പ്രൊഫൈലൊന്നും നമുക്ക് പറയേണ്ട ആവശ്യമില്ല. പക്ഷെ ട്രംപ് നെറ്റ്വർക്ക് എന്ന് പറയുന്ന ലോകത്തിലെ അമേരിക്കയിലൊക്കെ ഏറ്റവും സജീവമായിരിക്കുന്ന ഒരു നെറ്റ്വർക്ക് കമ്പനിയുടെ ഓണറാണ്. അദ്ദേഹത്തിന്റെ കോട്ട്, ഡയറക്ട് സെല്ലിംഗ് ഈസ് ആക്ച്വലി വൺ ഓഫ് ദ ഓൾഡസ്റ്റ് മോസ്റ്റ് റെസ്പെക്ടഡ് ബിസിനസ് മോഡൽസ് ഇൻ ദ വേൾഡ് ആൻഡ് ഹാസ് സ്റ്റൂഡ് ദ ടെസ്റ്റ് ഓഫ് ടൈം അല്ലെ. ഈ ഒരു പ്രസ്താവന മാത്രം മതി നമുക്ക് എന്ത് ചെയ്യാൻ വേണ്ടിയിട്ട് ഈ ഒരു ബിസിനസ് ഏറ്റെടുക്കാൻ വേണ്ടിയിട്ട്. കാരണം ഇവർ ഏറ്റെടുത്ത ബിസിനസ് ആണത്. അതിലൂടെയാണ് അവർ എന്ത് ചെയ്തത്,
1000-10,000 കോടി എന്ത് ചെയ്തത് ഡോളേഴ്സ് അതിലൂടെ ഉണ്ടാക്കിയെടുത്തെന്നുള്ളതാണ്. തൊട്ട് താഴെ ലോകത്ത് എവിടെ പ്രൊജക്ട് ഉണ്ടെങ്കിൽ അവിടെയൊക്കെ പോയി ഇൻവെസ്റ്റ് ചെയ്യുന്ന ഒരു വ്യക്തിയാണ് വാരൻ ബഫറ്റ്. അല്ല, നമ്മൾ കേട്ടിട്ടുണ്ടാവും. അദ്ദേഹത്തിന് എന്താണെന്ന് വെച്ചാല് 3 ഡയറക്ട് സെല്ലിംഗ് കമ്പനിയിൽ ഇൻവെസ്റ്റ്മെന്റ് ഉണ്ട്. അപ്പൊ അതിന്റെ അടിസ്ഥാനത്തിൽ അദ്ദേഹം പറഞ്ഞത് ദ ബെസ്റ്റ് ഇൻവെസ്റ്റ്മെന്റ് ഐ എവർ മേഡ്. ഞാൻ എന്റെ ജീവിതത്തിൽ ഇൻവെസ്റ്റ് ചെയ്ത് വെച്ചിട്ട് ഏറ്റവും പ്രോഫിറ്റബിൾ ആയിട്ടുള്ള ഇൻവെസ്റ്റ് എന്ന് പറയുന്നത് ഈ ഡയറക്ട് സെല്ലിംഗ് കമ്പനികളിൽ ഇൻവെസ്റ്റ് ചെയ്തതാണ്. അപ്പൊ ഇത്രയും പ്രശസ്തരായ ആളുകളൊക്കെ പലതും പറയുന്നുണ്ടെങ്കിലും ഇന്ത്യയിലേക്ക് വരുന്ന സമയത്ത് നമ്മൾ ഓരോ ഇന്ത്യക്കാരനും മരണം വരെ എന്ത് ചെയ്യും മറക്കാത്ത ഒരു വ്യക്തിത്വമാണ് ഡോക്ടർ APJ അബ്ദുൽ കലാം. അദ്ദേഹം പറഞ്ഞത് നെറ്റ്വർക്ക് മാർക്കറ്റിംഗ് ഈസ് ദ ഫാസ്റ്റസ്റ്റ് ഗ്രോയിങ് ബിസിനസ് ഓഫ് 21st സെഞ്ചുറി എന്നാണ്. അത് എന്ത് ചെയ്യും, ഇന്ന് നിലവിൽ യൂത്ത് അത് ഏറ്റെടുത്തില്ലെങ്കിൽ നാളെ അത് പാശ്ചാത്തപിക്കേണ്ടി വരും എന്നാണ് പറഞ്ഞത്. ശരിക്കും പറഞ്ഞാൽ നമ്മുടെ പ്രധാനമന്ത്രി ഇപ്പൊ പറഞ്ഞിരിക്കുന്നത് വെച്ചാല് ഇന്ന് നമ്മൾ നേരിടുന്ന ഏറ്റവും വലിയ പ്രശ്നം ഇന്ത്യ നേരിടുന്നത് അൺഎംപ്ലോയ്മെന്റ് ആണ്. ഈ അൺഎംപ്ലോയ്മെന്റിന് ഒരു റെസ്ക്യൂ ആയിട്ടുള്ളത് ഡയറക്ട് സെല്ലിംഗ് ഇൻഡസ്ട്രിയാണ്. ശരിയല്ലേ? നിങ്ങൾ ഓരോരുത്തരുടെ ടീമിൽ അഭ്യസ്തവിദ്യരായ എത്ര ചെറുപ്പക്കാരികള് പണിയെടുക്കുന്നുണ്ടെന്നത് മാത്രം നിങ്ങൾ നോക്കിയാൽ മതി. എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന ഇതിലുള്ള പല ലീഡേഴ്സും ഇന്ന് 25 ലക്ഷം, 50 ലക്ഷം, 60 ലക്ഷം, 70 ലക്ഷം, 80 ലക്ഷം ഒക്കെ വാങ്ങിയ ആളുകളുണ്ട് അല്ലെ? അവരുടെ ടീമിൽ വന്നിപ്പോ വർക്ക് ചെയ്യുന്ന ഞാൻ അടങ്ങുന്ന ഒരു ആൾക്കാർ അല്ലെ, പഠിച്ച ജോലി അതേപോലെ കിട്ടാത്തത് കൊണ്ട് സ്ട്രഗിൾ ചെയ്യുന്ന സമയത്ത് നമുക്കൊരു വരുമാനം കൂടുതൽ വാങ്ങാൻ പറ്റുന്ന ഒരു ഓപ്പർച്യൂണിറ്റി കാണിച്ചു തന്നതുകൊണ്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഈ ഇൻഡസ്ട്രി ഏറ്റെടുത്തത്. അതൊന്ന് ഡ്യൂപ്ലിക്കേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ ടീം എന്ത് ചെയ്യും, ഡെവലപ്പ് ചെയ്യും. ഈ താഴെ കാണുന്ന വ്യക്തി നിങ്ങൾക്ക് അറിയായിരിക്കും, ഡോക്ടർ അമിതാഭ് കാന്ത്, നിതി ആയോഗിന്റെ CEO ആയിരുന്നു. ഡയറക്ട് സെല്ലിംഗ് പ്രൊഫഷണൽസ് ആർ ഡൂയിങ് വെരി റെസ്പെക്ടബിൾ പ്രൊഫഷൻ. ഡയറക്ട് സെല്ലിംഗ് ചെയ്യുന്ന ആളുകൾ ഏറ്റവും ബഹുമാനിക്കപ്പെടേണ്ടതായിട്ടുള്ള ഒരു പ്രൊഫഷനാണ് ചെയ്യുന്നത്. ദേ ആർ ദ എക്കണോമിക് ഡ്രൈവേഴ്സ് ഓഫ് ഗ്രോത്ത് ഓഫ് ഇന്ത്യ. ഇന്ത്യയുടെ സാമ്പത്തിക വളർച്ചയിൽ ഡ്രൈവേഴ്സ് ആയി നിൽക്കുന്ന ആളുകളാണ് ഡയറക്ട് സെല്ലിംഗ് ചെയ്യുന്ന നിങ്ങളും ഞാനും എന്ന് പറയുന്നത്. പുറമേ ചെയ്യുന്നതല്ല, മിനീഷല്ല, മിസ്റ്റർ അമിതാഭ് കാന്ത് IAS ആണ്. അപ്പൊ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം എന്ന് വെച്ചാൽ ഇന്ന് വളരെ വേഗം എന്ത് ചെയ്യാം വളർന്നുകൊണ്ടിരിക്കുന്ന ഒരു ഇൻഡസ്ട്രിയിലാണ് നമ്മൾ കാലെടുത്ത് വെച്ചിരിക്കുന്നത്. ഡയറക്ട് സെല്ലിംഗ് ടുഡേ എന്ന് പറഞ്ഞ നമുക്ക് മാഗസിൻ ഉണ്ട്. അതിൽ കേന്ദ്ര മന്ത്രിമാർ മുതൽ എന്ത് ചെയ്യുന്നുണ്ട്, ഓരോ സംസ്ഥാനത്തെ മന്ത്രിമാർ വരെ എന്ത് ചെയ്യുന്നത്, അതിനെ പറ്റിയിട്ട് ലേഖനങ്ങളും അതിനെപ്പറ്റി ആർട്ടിക്കിൾസ് പലതും എന്ത് ചെയ്യുന്നുണ്ട്, ഇന്ത്യയിൽ എന്ത് ചെയ്യുന്നുണ്ട്, മാർക്കറ്റ് ചെയ്യുന്നുണ്ട്, അതിൽ പബ്ലിഷ് ചെയ്യുന്നുണ്ട്. അങ്ങനെ ഇന്ത്യയിലേക്ക് ഇതുവരെ പറഞ്ഞ കാര്യങ്ങളൊക്കെ മൊത്തത്തിലുള്ള ലോകത്തിലെ ആകമാനമുള്ള കുറെ കാര്യങ്ങളാണെങ്കിൽ ഇന്ത്യയിലേക്ക് ഒരു നെറ്റ്വർക്ക് മാർക്കറ്റിംഗ് വരുന്നത് 1995 ആംബയുടെ രൂപത്തിലാണ്. ആംബ എന്ത് ചെയ്തു, ഇന്ത്യയിലേക്ക് വരുന്ന സമയത്ത് അവർക്ക് വെറും 6 പ്രൊഡക്റ്റുകൾ ഉണ്ടായിരുന്നു. അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഇന്ത്യയിലേക്ക് വരുന്ന സമയത്ത് 6 പ്രൊഡക്റ്റുകൾ കൊണ്ട് തുടങ്ങിയ ആംബെ ഇന്ന് ലോകത്തിൽ 150 രാജ്യങ്ങളിലും ബിസിനസ് ചെയ്തുകൊണ്ട് വളരെ ശക്തമായി മുന്നോട്ട് പോകുന്ന ഒരു കമ്പനിയാണ്. അതിനുശേഷമാണ് ഇന്ത്യയിൽ എന്തുന്നത് മറ്റു പല കമ്പനികളും വരുന്നത്. നേരത്തെ ഞാൻ പറഞ്ഞു, ലോകത്തിൽ എന്ത് ചെയ്തു 268% മൾട്ടി ലെവൽ മാർക്കറ്റിംഗ് കമ്പനികളുടെ ഷെയറിൽ ഹൈപ്പ് ഉണ്ടായ സമയത്ത് കേരളത്തിൽ പ്രത്യേകിച്ച് അതേപോലെ ഇന്ത്യയിൽ എന്ത് ചെയ്തു 2010-2011 കാലഘട്ടത്തിൽ നെറ്റ്വർക്ക് മാർക്കറ്റിങ്ങിനെ ബാൻ ചെയ്തു. ഇവൻ രാവിലെ തന്നെ നെഗറ്റീവ് അടിക്കുകയാണല്ലോ എന്ന് ആലോചിക്കുന്ന ആൾക്കാരാണോ ഞാൻ പറയുന്നത്. കാരണം ഇതുവരെയുള്ള ഈ കഥ നിങ്ങൾ എല്ലാവരും കേട്ടിട്ടുണ്ടാവും. ഇത് പണ്ട് നിരോധിച്ചതാണ്. എവിടെ ചെന്ന് ഇറങ്ങിക്കഴിഞ്ഞാലും ഇപ്പൊ പ്രസവിച്ച കുട്ടിയും പറയും നെറ്റ്വർക്ക് മാർക്കറ്റിംഗ് തട്ടിപ്പാണ്, അത് സ്കാമാണ്, അത് നിരോധിച്ചാണെന്ന് പറയും. അപ്പൊ അതിന്റെ പ്രശ്നം എന്ന് വെച്ചാല് സത്യം പുറത്തേക്ക് പോകാൻ വേണ്ടി ചെരുപ്പിടാൻ ഒരുങ്ങുമ്പോഴത്തേക്കും കള്ളം 1 മൈൽ ദൂരം പോയി തിരിച്ചു വന്നിട്ടുണ്ടാവുന്നതാണ്. അപ്പൊ അതാണ് അതിന്റെ ഒരു യാഥാർത്ഥ്യം. 2010-11 ബാൻ ചെയ്ത ഇൻഡസ്ട്രിക്ക് വേണ്ടി ഞാൻ നേരത്തെ ഒരു സമരം ഒരു വീഡിയോ കാണിച്ചു തന്നിരുന്നു. അതൊരു നിയമസഭാ മാർച്ചായിരുന്നു. അത് അങ്ങനെ എന്ത് ചെയ്തു, ഇവിടെ നല്ല കമ്പനികൾ ഉണ്ടായിരുന്നു. ആ കമ്പനികൾ എന്ത് ചെയ്തു, ഇതിന് നിയമ സാധ്യത ഉണ്ടാക്കാൻ വേണ്ടി, ഇത് നിയമത്തിന്റെ അണ്ടറിലേക്ക് എത്തിക്കാൻ വേണ്ടി എന്ത് ചെയ്തു, എല്ലാ മുഖ്യധാര രാഷ്ട്രീയ പാർട്ടികളിലും ഡയറക്ട് സെല്ലിംഗ് ഇൻഡസ്ട്രിക്ക് എന്ത് ചെയ്തു സെപ്പറേറ്റ് ആയിട്ട് ഒരു യൂണിയൻ ഉണ്ടാക്കിയതാണ്. ഇന്ന് ടീച്ചേഴ്സിന് യൂണിയൻ ഉണ്ട് അല്ലെ, LIC ഏജന്റുമാർക്ക് യൂണിയൻ ഉണ്ട്, ഇവിടെ തയ്യൽ ടൈലേഴ്സിന് യൂണിയൻ ഉണ്ട്, പിന്നെ ചോട്ട തൊഴിലാളികൾക്ക് യൂണിയൻ ഉണ്ട്, അതേപോലെ എല്ലാ മേഖലകളിലും യൂണിയൻ ഉണ്ട് അല്ലെ. അതേപോലെ നമുക്കും എന്തുണ്ട്, ഈ ഒരു ഇൻഡസ്ട്രിക്ക് യൂണിയൻ ഉണ്ട്. യൂണിയൻ മെമ്പർഷിപ്പ് ഇല്ലാത്ത ആളുകൾ നിർബന്ധമായും എന്ത് ചെയ്യുക, യൂണിയൻ മെമ്പർഷിപ്പ് എടുക്കുക എന്നതാണ്. കാരണം ഇത് തൊഴിൽ സുരക്ഷ കൂടി അതിലൂടെ നിങ്ങൾക്ക് കിട്ടും. നിങ്ങൾ ആരെങ്കിലും എന്തെങ്കിലും തരത്തിലുള്ള
ബുദ്ധിമുട്ടുകൾ ഉണ്ടാക്കുന്ന സമയത്ത് നിങ്ങൾക്ക് പോയിട്ട് സംസാരിക്കാൻ വേണ്ടി എന്തുണ്ട്, ഇവിടെ യൂണിയൻ ഭാരവാഹികളുണ്ട്. സത്യം നിങ്ങളുടെ രാഷ്ട്രീയ വിശ്വാസം ഏതോ ആയിക്കോട്ടെ, യൂണിയൻ മെമ്പർഷിപ്പ് നിർബന്ധമാക്കണം. യൂണിയൻ മെമ്പർഷിപ്പ് എല്ലാവർക്കും അത്യാവശ്യമായ ഒരു ഘടകമാണ്. അങ്ങനെ എന്ത് ചെയ്തു, കേരളത്തില് ഇന്ന് മുഖ്യധാര രാഷ്ട്രീയ പാർട്ടികളിലൊക്കെ എന്തുണ്ട്, യൂണിയൻ ഉണ്ട്. ഒരുപാട് നേരത്തെ കണ്ട മാർച്ചിന്റെ ഫോട്ടോ ആയത്, അത് എല്ലാ രാഷ്ട്രീയ പാർട്ടികളും മാർച്ച് നടത്തിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ 2016 എന്ത് ചെയ്തു, 2011 മുതൽ 2016 വരെ ഇവിടെ വളരെ ക്രൂഷ്യലായ ഒരു ഘട്ടമായിരുന്നു, സമര പോരാട്ടങ്ങളുടെ ഒരു കാലഘട്ടം. അതിനുശേഷം കേന്ദ്ര ഗവൺമെന്റ് ഇതിനെപ്പറ്റി പഠിക്കുകയും 2016 ഒരു ഗൈഡ് ലൈൻ പബ്ലിഷ് ചെയ്യുകയും ചെയ്തു, എങ്ങനെ ഒരു ഡയറക്ട് സെല്ലിംഗ് കമ്പനി ഇവിടെ ബിസിനസ് ചെയ്യണം എന്നുള്ളത്. അതിന്റെ അടിസ്ഥാനത്തിൽ വീണ്ടും കമ്പനികൾ എന്ത് ചെയ്തു, സജീവമാവാൻ തുടങ്ങി. 2016 കേന്ദ്ര ഗവൺമെന്റ് ഒരു ഗൈഡ് ലൈൻ ഇറക്കിയപ്പോ അതിലുള്ള കുറെ അപാകതകൾ പരിഹരിച്ചുകൊണ്ട് എന്ത് ചെയ്തു, 2018 കേരളത്തിലാണ് ആദ്യമായിട്ട് ഒരു സ്റ്റേറ്റ് ഒരു അമെന്റ്മെന്റ് ചെയ്തുകൊണ്ട് ഒരു ഗൈഡ് ലൈൻസ് പബ്ലിഷ് ചെയ്യുന്നത്. ആ പബ്ലിഷ് ചെയ്യുന്ന സമയത്തും നമ്മുടെ പ്രധാന എന്താ പറയാ, നമ്മുടെ മുഖ്യമന്ത്രി പിണറായി വിജയൻ സാർ തന്നെയായിരുന്നു കേട്ടോ. അദ്ദേഹം തന്നെയാണ് ഇപ്പോഴും നമുക്ക് വേണ്ടി എന്ത് ചെയ്യുന്നത്, കഴിഞ്ഞ ഫെബ്രുവരിയിലും എന്ത് ചെയ്തത്, പുതിയ വെബ്സൈറ്റിന്റെ വെബ് പോർട്ടൽ ഉദ്ഘാടനം നടത്തി അല്ലെ. 2021 എന്ത് ചെയ്തു, കേന്ദ്ര ഗവൺമെന്റ് അതിന്റെ അടിസ്ഥാനത്തിൽ വീണ്ടും അതിന് കുറച്ച് അമെന്റ്മെന്റുകൾ കൊണ്ടുവന്നു. കാരണം അന്ന് കുറെ ക്ലോസുകൾ ഉണ്ടായിരുന്നു അതിന്റെ അകത്ത്. നമ്മുടെ താഴെ വരുന്ന അസോസിയേറ്റ്സിന്റെ സെയിൽസിന്റെ പുറത്ത് എന്ത് ചെയ്യുക, കമ്മീഷൻ മുകളിലേക്ക് പോകാൻ പാടില്ല എന്നൊക്കെ പറഞ്ഞുള്ള കുറച്ച് ചർച്ചകളൊക്കെ വന്നത്. അതിനെയൊക്കെ തിരുത്തി 2023 വീണ്ടും ഒരു അമെന്റ്മെന്റ് വന്നു. 2023 എന്ത് ചെയ്തു, കേരളത്തിൽ സിവിൽ സപ്ലൈസിന്റെ വെബ്സൈറ്റ് തന്നെ എന്ത് ചെയ്തു, മൾട്ടി ലെവൽ മാർക്കറ്റിംഗ് എന്ന് പറയുന്ന ഒരു ടാഗ് തന്നെ ഉണ്ടായിരുന്നു എന്നുള്ളതാണ്. 2023 എല്ലാ അമെന്റ്മെന്റുകളും അല്ലെ, അതിനെപ്പറ്റി ഡീറ്റെയിൽ ആയിട്ട് പഠിച്ചുകൊണ്ടിരുന്നത് കേന്ദ്ര ഗവൺമെന്റ് മിനിസ്ട്രി ഓഫ് കൺസ്യൂമർ അഫയേഴ്സ്, ഫുഡ് ആൻഡ് പബ്ലിക് ഡിസ്ട്രിബ്യൂഷന്റെ അണ്ടറിൽ എന്ത് ചെയ്തു, ഈ ഒരു ഇൻഡസ്ട്രി എന്ത് ചെയ്തു, നിയമപരമായി ഒരു ലീഗലായിട്ടുള്ള ഒരു വകുപ്പാണ് എന്ന് പ്രഖ്യാപിച്ചു. ഇന്ന് എല്ലാ രാഷ്ട്രീയ പാർട്ടികളിലും കൺവെൻഷനുകളും സമ്മേളനങ്ങളും അതേപോലെ തന്നെ തൊഴിൽ സുരക്ഷ ഉറപ്പാക്കാൻ വേണ്ടിയിട്ടുള്ള പല പല മീറ്റിങ്ങുകളും പ്രോഗ്രാമുകളും ഒക്കെ നടക്കുന്നുണ്ട്. അപ്പൊ നമ്മൾ വന്നുപെട്ടിരിക്കുന്ന ഇൻഡസ്ട്രി ചെറുതല്ല എന്ന് ആദ്യം നമുക്ക് ആദ്യം ബോധ്യം വേണമെന്നുള്ളതാണ്. ഇതിനെ കുറിച്ച് ഇന്ത്യയിലുള്ള ഗ്രോത്ത് പറയുന്നത് 2025 ഈ 2025 18 മില്യൺ യൂത്ത് അല്ലെ, 18 മില്യൺ യൂത്തിന് എന്തിരുന്നു ജോബ് പ്രൊവൈഡ് ചെയ്യുന്നതാണ്. നിങ്ങൾ നോക്കിയാൽ മതി, നമ്മുടെ കമ്പനി തന്നെ ഏകദേശം ഇപ്പൊ 30 ലക്ഷത്തിലധികം ആളുകൾ ജോയിൻ ചെയ്തു. ഇവിടെയുള്ള ആയിരക്കണക്കിന് ഡയറക്ട് സെല്ലിംഗ് കമ്പനികളിലായിട്ട് ലക്ഷക്കണക്കിന് കോടിക്കണക്കിന് ആളുകൾ ഇന്ന് വരുമാന മാർഗം എന്ത് ചെയ്യുന്നുണ്ട്, നേടുന്നുണ്ടെന്നാണ്. ഇനി ഇതിന്റെ ഗ്രോത്ത് റേറ്റ് നോക്കുവാണെങ്കിൽ ഇന്ത്യയിലുള്ള ഗ്രോത്ത് റേറ്റ് ഇത് ലോകത്തിൽ മൊത്തമുള്ള ഗ്രോത്ത് റേറ്റ് ആണ്. 2020, 2021, 2022 കാലഘട്ടത്തിലുള്ള ഗ്രോത്ത് റേറ്റ്. ഇന്ത്യയിലേക്ക് വരുന്ന സമയത്ത് അതിന്റെ പഠനങ്ങൾ 64,500 കോടി രൂപക്ക് മുകളിൽ ടേൺ ഓവർ ഈ ഒരു ഇൻഡസ്ട്രി ഇന്ത്യയിൽ കൊണ്ടുവരുമെന്ന് പറയുന്നു. അതിന്റെ ഭാഗമാണ് നമ്മൾ ഓരോരുത്തരും. നമ്മുടെ ടീമിൽ എത്ര ടേൺ ഓവർ സൃഷ്ടിക്കാൻ പറ്റും എന്നുള്ള മാത്രം നമ്മൾ ചിന്തിച്ചാൽ മതി. അതിൽ തന്നെ വളരെ വ്യക്തമായിട്ട് ഫിക്കിയും KPMG എന്ത് ചെയ്യുന്നുണ്ട്, ഇതിനെപ്പറ്റി വളരെ വ്യക്തമായൊരു പഠിച്ച് ഒരു ആർട്ടിക്കിൾ പബ്ലിഷ് ചെയ്തിട്ടുണ്ട്. അതിൽ സ്ത്രീകളായിരിക്കും 65% ഈ ഒരു മേഖല കൈയടക്കുക എന്ന് പറഞ്ഞിട്ടുണ്ട്. അതിന്റെ അടിസ്ഥാനത്തിൽ നിങ്ങളൊരു വീഡിയോ കണ്ടിട്ടുണ്ടാകും. സ്മൃതി ഇറാനി എന്ത് ചെയ്ത് ഉദ്ഘാടനം ചെയ്യുന്ന ഡയറക്ട് സെല്ലിംഗ് ചെയ്യുന്ന സ്ത്രീകളുടെ ഒരു കൂട്ടായ്മയിൽ സംസാരിക്കുന്ന വീഡിയോ നിങ്ങൾ എല്ലാവരും കണ്ടിട്ടുണ്ടാവും അല്ലെ. അപ്പൊ അത്രയും വളരെ ശക്തമായിട്ട് ഈ ബിസിനസ് മുന്നോട്ട് പോവാണ്. കേരളത്തിലും ഇതേ അവസ്ഥ തന്നെയാണ്. ഇന്ന് സ്ത്രീകളാണ് ഇപ്പോൾ കൂടുതലായിട്ടും ഇതിലേക്ക് മുന്നിലേക്ക് കയറി വരുന്നത്. അവർക്ക് വളരെ ഈസി ആയിട്ട് പ്രൊഡക്റ്റുകൾ മാർക്കറ്റ് ചെയ്യാൻ പറ്റും. ഡയറക്ട് സെല്ലിംഗ് ആണ്. വിൽക്കുന്നതിലൂടെ മാത്രമേ റിക്രൂട്ട്മെന്റ് നടക്കൂ, വിൽക്കാതെ റിക്രൂട്ട്മെന്റ് നടക്കൂല. ഇത് ഡയറക്ട് സെല്ലിങ്ങിനെ കുറിച്ച് ടൈംസ് ഓഫ് ഇന്ത്യയിലും എക്കണോമിക് ടൈംസിലും ഒക്കെ വന്ന വാർത്തയാണ്. നമ്മളിപ്പോ നേരത്തെ സംസാരിച്ച സെയിം ന്യൂസുകളാണ് ഇതൊക്കെ. അപ്പൊ ഒരു നാഷണൽ ലെവലിലുള്ള പത്രങ്ങൾ പോലും ഇവിടെയും എന്തുണ്ട്, ഇന്ത്യയിലും ഞാൻ നേരത്തെ അമേരിക്കയിൽ കാണിച്ചതുപോലെ ഇന്ത്യയിലും എന്തുണ്ട്, ഇതിനെ പറ്റിയിട്ടുള്ള ആർട്ടിക്കിൾസ് ഒക്കെ വന്നു തുടങ്ങിയിട്ടുണ്ട്. MLMO direct sales is the chapter introduced by MBA in Karnataka State Open University. ഇത് MLM ചെയ്യുന്ന ആളുകൾക്ക് അറിയാം. 10-15 വർഷമായി നമ്മൾ ഈ ഒരു പിക്ചർ കണ്ടോണ്ടിരിക്കുക അല്ലെ. അപ്പൊ ഇതിനെ എന്ത് ചെയ്തിട്ടുണ്ട്, ഇന്ത്യയിലും മാത്രമല്ല ലോകം മൊത്തം ഇതിനെ കൺട്രോൾ ചെയ്യുന്ന ഒരു ഫെഡറേഷൻ ഉണ്ട്, വേൾഡ് ഫെഡറേഷൻ ഓഫ് ഡയറക്ട് സെല്ലിംഗ് അസോസിയേഷൻ എന്ന് പറയുന്നത്. ഇത് 1996 എന്ത് ചെയ്തു, ഇത് ഇൻകോർപ്പറേറ്റഡ് ഇൻ ദ ഇയർ 1996. Indian Direct Selling Association is an autonomous self-regulatory body for the direct selling industry in India. ഇന്ത്യയിൽ ഈ
വേൾഡ് ഫെഡറേഷൻ ഓഫ് ഡയറക്ട് സെല്ലിംഗ് അസോസിയേഷനുമായിട്ട് ബന്ധപ്പെട്ട് എന്ത് ഉള്ളതാണ് ഇതിന്ന് ഐഡിയസ് എന്ന് പറയുന്നത്. ഇന്ത്യൻ ഡയറക്ട് സെല്ലിംഗ് അസോസിയേഷൻ, ഇത് ചിലപ്പോ പലർക്കും അറിയില്ലായിരിക്കും. ഈ ഇന്ത്യൻ ഡയറക്ട് സെല്ലിംഗ് അസോസിയേഷൻ മെമ്പറാണ് നമ്മളെ കമ്പനി eBioTech എന്ന് പറയുന്ന കമ്പനി. ഇന്ത്യൻ ഡയറക്ട് സെല്ലിംഗ് അസോസിയേഷൻ ഗവൺമെന്റിന്റെയും ഡയറക്ട് സെല്ലേഴ്സിന്റെയും ഇടയിലുള്ള ഒരു പാലമാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ. അതിന്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ വരുന്ന എല്ലാ നിയമപരമായ മാറ്റങ്ങളും നടക്കുന്നത്. വേൾഡ് ഫെഡറേഷൻ ഓഫ് ഡയറക്ട് സെല്ലിംഗ് എന്ന് പറയുന്നത് 1972 ഈ ആംബെ എന്ത് ചെയ്യുന്നു വരുന്ന ആ സമയത്താണ് എന്ത് ചെയ്യുന്നത് ഇത് രൂപീകരിച്ചത്. അപ്പൊ നമുക്ക് ചോദിക്കാനും പറയാനൊക്കെ ആളുകൾ ഉള്ളത് നമ്മൾ അറിയുന്നത് നല്ലതാണ്, അതിനുവേണ്ടി പറയുന്നത് മാത്രം. നമ്മൾ ഇതൊക്കെ അറിഞ്ഞിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു, എന്തുകൊണ്ട് ബയോടെക് ഏറ്റെടുക്കുന്നു നോക്കി കഴിഞ്ഞാൽ, ഈ ഒരു പുതിയ ന്യൂ ഏജില് ഒരു ഡയറക്ട് സെല്ലിംഗ് കമ്പനി അതിന്റെ വിജയത്തിലേക്ക് പോകണമെങ്കിൽ അത് ടെക്നോളജി യൂസ് ചെയ്യണം, ഡിജിറ്റൽ മാർക്കറ്റിംഗ് യൂസ് ചെയ്യണം, പ്രൊഡക്റ്റ് അമേസിങ് മിറാക്കിളായ പ്രൊഡക്റ്റുകളായിരിക്കണം, അതിന്റെ പേ ഔട്ട് സിസ്റ്റം സ്ട്രോങ് ആയിരിക്കണം, അല്ലെ? അതൊക്കെയുള്ള ഒരു കമ്പനിയാണ്, നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന ഒരു കമ്പനിയിലാണ് നമ്മൾ എത്തിപ്പെട്ടത്. ഏറ്റവും വളരെ ഗ്രോത്ത് റേറ്റ് കാണിച്ചുകൊണ്ടിരിക്കുന്ന കമ്പനി. ഇതിന്റെ പ്രൊഫൈലിലേക്കൊന്നും ഞാൻ പോകുന്നില്ല. നിങ്ങൾ എന്തിന് ബയോടെക് ഏറ്റെടുക്കുന്നത്, ഒരു കമ്പനി ഏറ്റെടുക്കുമ്പോഴാണ് നമ്മൾ എന്ത് ചെയ്യുന്നത് പഠിക്കേണ്ടത്. ഇത് സ്റ്റേബിൾ ആയിട്ടുള്ള ഒരു പ്ലാറ്റ്ഫോം, അതേപോലെ തന്നെ വൈഡ് റേഞ്ച് ഓഫ് പ്രൊഡക്റ്റ്. നമ്മുടെ ലീഡേഴ്സ് ആണ് നമ്മളെ മെന്റേഴ്സ്. അതേപോലെ തന്നെ ഡെറ്റ് ഫ്രീ കമ്പനിയാണ്. ഇന്ന് ഇന്ത്യയിലുള്ള ഏറ്റവും ഹയസ്റ്റ് പേയിങ് പ്ലാൻ ആണിത്. 100% ലീഗലാണ്. MD-യുടെ വാക്ക് കടമെടുത്ത 1000% എത്തിക്കലാണെന്ന് പറഞ്ഞത്. നമ്മുടെ പ്രത്യേകത എന്ന് പറയുന്നത് ഏറ്റവും ബെസ്റ്റ് മാനേജ്മെന്റ്, അല്ലെ? കഴിഞ്ഞ 17 വർഷമായിട്ട് ഈ ഒരു രീതി ട്രഡീഷണൽ ആയിട്ടും ഇപ്പോ 5 വർഷത്തോളമായിട്ട് ഡയറക്ട് സെല്ലിംഗിലും ബിസിനസ് ചെയ്ത് വരുന്ന ഒരു കമ്പനി മാനേജ്മെന്റ് നമ്മുടെ ഓൺ സോഫ്റ്റ്വെയർ ആണ്. ഏതൊരു ഡയറക്ട് സെല്ലിംഗ് കമ്പനിയുടെയും എന്താ പറയുക സ്ട്രോങ് എന്ന് പറയുന്നത് അതിന്റെ സോഫ്റ്റ്വെയർ ആയിരിക്കും. കാരണം സോഫ്റ്റ്വെയർ ആണ് 99% കാര്യങ്ങളും ചെയ്യുന്നതാണ്. ഓൾറെഡി മാനുഫാക്ചർ ആയിരുന്നു, സൈബർ സെക്യൂർഡ് ആയിട്ടുള്ള സോഫ്റ്റ്വെയർ ആണ്. കാരണം സൈബർ അറ്റാക്കിനൊക്കെ തടയാൻ പറ്റുന്ന തരത്തിലുള്ള സോഫ്റ്റ്വെയർ ആണ് നമ്മുടേത്. ഫുള്ളി ഓട്ടോമാറ്റഡ് സിസ്റ്റമാണ്. നമ്മളൊരു ഐഡിയ ഒക്കെ അടിക്കുന്ന സമയത്ത് കാണുന്നില്ലേ 3 മിനിറ്റിനുള്ളിൽ ഇപ്പൊ അപ്രൂവ് ആകുന്നു, അല്ലെ? ടോട്ടലി ഓട്ടോമാറ്റഡ് ആണ്. എക്സ്പോർട്ടേഴ്സ് ആണ് നമ്മുടെ മാനേജ്മെന്റ്. അതേപോലെ തന്നെ കഴിഞ്ഞ 5 വർഷമായിട്ട് വളരെ വിജയകരമായി നമ്മുടെ പേ ഔട്ട് സിസ്റ്റം പേ ചെയ്ത് വരുന്ന ഒരു കമ്പനി കൂടിയാണ്. അപ്പൊ ഇത്രയും സ്പെഷ്യാലിറ്റി നമ്മുടെ കമ്പനിക്ക് ഉണ്ടെന്നുള്ളതാണ്. ഈ പ്രൊഡക്റ്റിലേക്ക് പോകുന്ന സമയത്ത് ഇത്രയും മിറാക്കിളായ പ്രൊഡക്റ്റ് മാഗ്നറ്റിക് തെറാപ്പി മാത്രമല്ല, നേരത്തെ CSR പറഞ്ഞ പോലെ അൾട്രാ റിജ്യൂസ്, മോർ പവർ, പ്ലാന്റ് ബേസ്ഡ് സപ്ലിമെന്റ്, ലോകത്തിൽ ആർക്കും കൊടുക്കാൻ പറ്റാത്ത ആൽക്കലൈൻ മാഗ്നറ്റൈസ്ഡ് മിനറൽസ് ആഡ് ചെയ്തുകൊണ്ട് ഔട്ട്പുട്ട് കുടിവെള്ളം തരുന്ന ഒരു വാട്ടർ മെഷീന്. ഇത് നമ്മൾ മനസ്സിലാക്കാത്തതുകൊണ്ടാണ് പലരും ഇതിനെ പ്രൊമോട്ട് ചെയ്യാത്തത്, വാങ്ങാത്തതാണ്. വരുന്നൊരു തലമുറയെ എന്ത് ചെയ്യാൻ പറ്റും, പല പല അസുഖങ്ങൾ, ക്യാൻസർ അടക്കമുള്ള പല പല അസുഖങ്ങളും തടയാൻ പറ്റുന്ന ഒരു കുടിവെള്ളം, ആന്റി ഓക്സിഡന്റ് ആയിട്ടുള്ള ഒരു കുടിവെള്ളം കൊടുക്കാൻ പറ്റുന്ന ഒരു മെഷീനാണ്. അതേപോലെ തന്നെ ഓർഗാനിക് അഗ്രികൾച്ചർ പ്രൊഡക്റ്റുകൾ. ഈ പ്രൊഡക്റ്റുകളൊക്കെ വിൽക്കാൻ വേണ്ടി മാത്രമല്ല, ഓരോ ഡിസ്ട്രിബ്യൂട്ടേഴ്സും ഈ ഒരു 6 പ്രൊഡക്റ്റ് വാങ്ങി ഉപയോഗിച്ചു കഴിഞ്ഞാൽ എന്ത് ചെയ്യാൻ പറ്റും, വളരെ ഹെൽത്തി ആയിട്ടൊരു തലമുറയെ വാർത്തെടുക്കാൻ പറ്റുന്നതാണ്. അതേപോലെ തന്നെ ഗീർ പശുവിന്റെ നെയ്യ്, ഓർഗാനിക് ഹാൻഡ്മെയ്ഡ് സോപ്പ്, അതേപോലെ തന്നെ ഷൂ, ഇങ്ങനെ ഒട്ടനവധി. അതേപോലെ റീപർച്ചേസ്, അല്ലെ? ഇതിന്റെ പ്ലാനിലേക്ക് പോകുന്ന സമയത്ത് മദർ പ്ലാനിൽ 29,450 ഒരു 3 ലക്ഷം രൂപ കിട്ടുമ്പോൾ ഒരു ഫ്രീ ആയിട്ടുള്ള ടൂർ പാക്കേജും, റീപർച്ചേസ് ബോണസ് ആയിട്ട് 1,26,000 രൂപ, 38 ലക്ഷം രൂപ ഒരു മാസം വാങ്ങാൻ പറ്റുന്ന ഒരു ഗ്രേറ്റ് ഓപ്പർച്യൂണിറ്റിയിലാണ് നമ്മൾ എത്തി നിൽക്കുന്നതാണ്. ഒരു ഇൻവെസ്റ്റ്മെന്റ് ഇല്ലാത്ത നോമിനേഷൻ ഫെസിലിറ്റി ഉള്ള നമ്മുടെ കാലശേഷവും കുടുംബത്തിലേക്ക് വരുമാനം വന്നുകൊണ്ടിരിക്കുന്ന എത്ര തലമുറയുണ്ടോ ആ തലമുറയൊക്കെ നമ്മളെ ഓർക്കുന്ന ഒരു ഒരു കാലഘട്ടമാണ് ഇനി വരാൻ പോകുന്നത്. നമ്മൾ ഇന്ന് നന്നായിട്ടൊന്ന് വർക്ക് ചെയ്യുകയാണെങ്കിൽ നിങ്ങളുടെ മക്കളുടെ 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 മക്കൾ എന്ത് ചെയ്യും, നിങ്ങളെ കുറിച്ച് പറയും, എന്റെ അച്ഛന്റെ 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 അച്ഛൻ, അല്ലെ എന്റെ അമ്മയുടെ 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 അമ്മ ഇങ്ങനെയായിരുന്നു അന്ന് ജീവിച്ചിരുന്നെന്ന് പറയും. അതാണ് നോക്കേണ്ടത്. ഇപ്പൊ പറയുന്നില്ലേ മഹാത്മാഗാന്ധിന്റെ കാലഘട്ടത്തിൽ ഉണ്ടായിരുന്ന എന്റെ അച്ഛന്റെ അച്ഛന്റെ അച്ഛൻ എന്ന് പറയുന്ന അവസ്ഥ ഉണ്ട്. അതൊക്കെ മാറി നമ്മളെ കൊണ്ട് ഒരു 6-7 തലമുറ സംസാരിക്കുന്ന ഒരു കാലം വരും. ആ ഒരു കാലം വരാൻ വേണ്ടിയിട്ടായിരിക്കണം നമ്മൾ എന്ത് ചെയ്യേണ്ടത്, ഇതില് 4-5 വർഷമെങ്കിലും സ്റ്റിക്ക് ഓൺ ചെയ്ത് നല്ല ടീമിനെ ബിൽഡ് ചെയ്ത് ബിസിനസ് ചെയ്യേണ്ടത്. വേൾഡ് ടൂർ പാക്കേജ് ഇതുവരെ പോകാൻ സാധിക്കാത്ത ആളുകൾക്ക് ഒരു പാസ്പോർട്ട് മാത്രം എടുത്താൽ മതി, ഫ്രീ ആയിട്ട് കമ്പനി കൊണ്ടുപോകും, ആനുവൽ ഫീസ് ഇല്ല, ബോണസ് സെയിൽസിന്റെ വേല്യൂന്റെ മുകളാണ്, അല്ലെ? ഫ്രീ ആയിട്ട് ട്രെയിനിങ്ങുകളും സെമിനാറുകളും കിട്ടും. നിങ്ങൾ എന്തെങ്കിലും ഇൻവെസ്റ്റ് ചെയ്യണോ? ലൈഫ് ടൈം മെമ്പർഷിപ്പ്, ഇതൊക്കെ ഇതിന്റെ ഒരു ഗുണമാണ്. അപ്പൊ നമുക്കെന്ത് വേണം,
നമുക്ക് ആദ്യം എന്ത് ചെയ്യണം, ഇപ്പൊ നിലവിലുള്ള ഈ ഒരു ജീവിത രീതി അല്ലെ ഒന്ന് മാറ്റണം. എനിക്കൊന്ന് നന്നായിട്ട് ജീവിക്കണം എന്ന് മാത്രം ഒരു ആഗ്രഹം നടത്തിയാൽ മതി. കോടികളെ കണക്കൊന്നും ഞാൻ പറഞ്ഞ് രാവിലെ തന്നെ നിങ്ങളെ കൺഫ്യൂഷൻ ആക്കുന്നില്ല. പക്ഷെ നമുക്ക് എൻജോയ് ചെയ്യാൻ പറ്റുന്ന തരത്തിലേക്ക് നമ്മുടെ ലൈഫ് സ്റ്റൈൽ മാറ്റാൻ വേണ്ടി പറ്റണം. ഒരു പുവർ ലൈഫ് സ്റ്റൈലാണ് നമ്മളിപ്പോ മെയിൻറ്റെയിൻ ചെയ്ത് പോകുന്നതെങ്കിൽ, നമ്മളെ മക്കൾ പഠിക്കുന്നത് ഒരു സാധാരണ സ്കൂളുകളിലാണ്. അവർക്ക് ബാഗുകൾ വാങ്ങാനും ഡ്രസ്സുകൾ വാങ്ങാനും നമ്മൾ വഴിയോരങ്ങളിൽ നിന്നാണ് വാങ്ങിക്കൊടുക്കുന്ന അവസ്ഥയിലാണ് നമ്മൾ ഉള്ളതെങ്കിൽ, ഷോപ്പിങ്ങിന് പോകുന്ന സമയത്ത് നമുക്ക് ഇതുപോലെ തലയിൽ കൈവച്ചുകൊണ്ടിരിക്കേണ്ട ഒരു അവസ്ഥ നമുക്ക് ഇപ്പോഴുണ്ടെങ്കിൽ, വീട് ഒന്ന് മാറ്റിയെടുക്കാൻ വേണ്ടി ലോണ് പോലും കിട്ടാത്ത അവസ്ഥ, സിവിൽ സ്കോർ ഇല്ല, ലോണ് തരാൻ വേണ്ടിയിട്ട് ആ പ്രോപ്പർട്ടിക്ക് ചിലപ്പോൾ വാല്യൂ ഇല്ല, അങ്ങനെയൊക്കെ കഷ്ടപ്പെടുന്ന ആളുകൾ ഒരുപാടുണ്ട്. കുടുംബത്തോടൊപ്പം എന്ത് ചെയ്യാം, ടൂർ പോകാൻ പോകും പറയുന്ന സമയത്ത് അടുത്തുള്ള ഒന്നുകിൽ വയനാട്ടില് അല്ലെങ്കിൽ മൂന്നാറില് എന്നുള്ള രീതിയിലേക്കുള്ള ചുരുക്കിക്കൊണ്ട് ജീവിക്കുന്ന ആളുകളാണെങ്കിൽ നമ്മുടെ ഒരു തലമുറ, അടുത്ത തലമുറയെ ഒരു റിച്ച് ലൈഫ് സ്റ്റൈലിലേക്ക് മാറ്റിയെടുക്കാൻ വേണ്ടി നമ്മൾ മക്കൾ പഠിക്കേണ്ടത് ഒരു ഗ്ലോബലി അല്ലെ റെക്കഗ്നൈസ് ചെയ്ത ഇൻസ്റ്റിറ്റ്യൂട്ടുകളായിരിക്കണം. നമ്മളുടെ കുടുംബമായിട്ട് നമ്മൾ ടൂർ പോകേണ്ടത് വേൾഡ് വൈഡ് ആയിരിക്കണം. നമ്മുടെ ഷോപ്പിങ്ങിലൊക്കെ വളരെ ഈസി ആയിരിക്കണം. നമുക്ക് ഇഷ്ടമുള്ള വീട് ഇഷ്ടം പോലെ എന്താ പറയാ, നമുക്ക് കയ്യിൽ പണം വരുന്ന സമയത്ത് നമ്മൾ ആഗ്രഹിക്കുന്ന തരത്തിലുള്ള കാര്യങ്ങളൊക്കെ നേടിയെടുക്കാൻ പറ്റും. അങ്ങനെ നേടിയെടുക്കാൻ പറ്റുന്ന ഒരു ഇൻഡസ്ട്രിയിലാണ് നമ്മൾ എത്തിപ്പെട്ടത് എന്നുള്ളത് ഒരു തിരിച്ചറിവ് നമുക്ക് വേണം. കാരണം ഈ ഒരു ഇൻഡസ്ട്രിയെ കുറിച്ച് മനസ്സിലാക്കുന്ന സമയത്താണ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുക, ഇതിൽ ഞാൻ നിന്ന് കഴിഞ്ഞാൽ രക്ഷപ്പെടും എന്നുള്ള ഒരു ചിന്ത വരുന്നത്. ഇത്രമാത്രം പറഞ്ഞുകൊണ്ട് എല്ലാവർക്കും ഈ ഒരു രാവിലത്തെ ഈ ഒരു സെഷൻ എന്തെങ്കിലും തരത്തിലുള്ള ഒരു മോട്ടിവേഷൻ ആയി കാണുമെന്ന് വിശ്വസിച്ചുകൊണ്ട് ഉയരങ്ങളിൽ വെച്ച് കാണാം എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് തൽക്കാലം നിർത്തുന്നു. ഓക്കെ, വിഷ് യു ഓൾ ദ ബെസ്റ്റ്. താങ്ക് യു മിനി സർ. ഇത്ര മാത്രം ഈ ബയോട്ട് നെഞ്ചിലേറ്റി ഈ പുലറുകാല 175ഓളം ആള് ഈ സൂമിൽ ഇന്ന് ഇവിടെ ഉണ്ട്. ഇവർക്കൊക്കെ നന്നായി മനസ്സിലാക്കി തരാൻ ഇത്രമാത്രം കഴിവും പ്രാപ്തിയുള്ള മിനി സാറിന് നമുക്ക് കിട്ടിയത് തന്നെ ഒരു ഭാഗ്യമാണെന്ന് ഞാൻ പ്രതീക്ഷിക്കുകയാണ്. കാരണം ഒരു കാര്യം വിട്ടുപോകാതെ ഈ ബയോട്ടോറിയത്തിൽ കയറിയാല് എന്തൊക്കെ നേട്ടങ്ങൾ കിട്ടും, ഇതിലെങ്ങനെയൊക്കെ നമുക്ക് ഇതിനെ നെഞ്ചിലേറ്റിയാൽ മുന്നോട്ട് കൊണ്ടുപോകാമെന്ന് ഒന്നും വിട്ടുപോകാതെ നമുക്ക് കാര്യങ്ങൾ മനസ്സിലാക്കി തരാൻ കഴിവും പ്രാപ്തിയുള്ള ഒരു നല്ലൊരു ലീഡറാണ് നമ്മുടെ മിനി സാറ്. അദ്ദേഹത്തെ നമുക്ക് ഇത്രമാത്രം ഈ സൂമിലേക്ക് നമുക്ക് കിട്ടിയത് തന്നെ ഭാഗ്യമാണെന്ന് വിചാരിക്കാണ്. ഇനി നമ്മളെ മെന്റർ, നമ്മളെ കൺട്രോൾ സെക്ഷനിലേക്ക് നമ്മളെ മനോജ് സാറ് സൂമിൽ ഉണ്ടാവുമെന്ന് വിചാരിക്കുന്നത്. അദ്ദേഹത്തെ കൺട്രോൾ സെക്ഷനിലേക്ക് ക്ഷണിച്ചുകൊള്ളൂ. മനോജ് സാർ. ഓക്കെ സാർ, ഓക്കെ, കേൾക്കുന്നുണ്ടല്ലോ അല്ലെ? ഓക്കെ ഓക്കെ സാർ. ഗുഡ് മോർണിംഗ് ലീഡേഴ്സ്, എല്ലാവർക്കും നല്ലൊരു ശുഭദിനം ആശംസിക്കുന്നു, വിജയാശംസകൾ നേരുകയാണ്. നമ്മുടെ പ്രിയങ്കരനായ CH എന്ന് ഞങ്ങൾ ഓമന പേരിൽ വിളിക്കുന്ന CH അബ്ദുറഹിമാൻ സാറാണ് നമ്മുടെ മാസ്റ്റർ ഓഫ് സെറിമണി ചെയ്തത്. അദ്ദേഹത്തിനെ കുറിച്ച് പറയുകയാണെങ്കിൽ അദ്ദേഹം തന്നെ ഇവിടെ സൂചിപ്പിച്ചു അദ്ദേഹത്തെ കുറിച്ച്. കണ്ണൂര് ജില്ലയിലെ ഇരിട്ടി എന്ന് പറയുന്ന മലയോര പ്രദേശത്ത് താമസിക്കുന്ന വ്യക്തിയാണ്. അറിയാതെ ഡയറക്ട് സെല്ലിങ്ങിലേക്ക് കടന്നു വന്ന വ്യക്തിയാണ്. ഡയറക്ട് സെല്ലിങ്ങിൽ ചെറിയ അനുഭവ സമ്പത്തുണ്ട്. മിക്കവാറും എല്ലാ മലയാളികൾക്കും അനുഭവ സമ്പത്ത് ഉണ്ടാവും. ഈ അനുഭവ സമ്പത്തെല്ലാം തന്നെ കുട്ടികളെ തീക്കട്ട തൊട്ട പോലെയാണ്. മിക്കവാറും ആൾക്കും പൊള്ളിയിട്ടുണ്ടാവും. പോസിറ്റീവ് അനുഭവങ്ങളുള്ളവരൊക്കെ കുറവായിരിക്കും, എല്ലാവർക്കും നെഗറ്റീവ് അനുഭവങ്ങളാണ്. എന്തായാലും നല്ലൊരു അനുഭവ സമ്പത്തുള്ള വ്യക്തിത്വമാണ് നമ്മുടെ CH. അദ്ദേഹം ദൈവനിമിത്തം കൊണ്ട് ബയോട്ടോറിയത്തിലേക്ക് എത്തപ്പെട്ടു എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. കാരണം ഒരു കമ്പനിയിൽ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ പെട്ടെന്ന് ഇങ്ങനെ കമ്പനി മാറി വരിക എന്ന് പറഞ്ഞത് പ്രയാസമാണ്, എല്ലാവർക്കും അറിയാം. എന്നാൽ ഇതിന്റെ പ്രൊഡക്റ്റ് ഉപയോഗിച്ചിട്ട് അദ്ദേഹം നേരത്തെ കമ്പനി ചെയ്ത പ്രൊഡക്റ്റ് ഉപയോഗിച്ചപ്പോൾ അതിന് വലിയൊരു റിസൾട്ട് ഒന്നും കിട്ടിയില്ല. പക്ഷെ നമ്മുടെ പ്രൊഡക്റ്റ് ഒരു മായാജാലം പോലെ ഇതിന്റെ ഡെമോ ഒക്കെ കണ്ടപ്പോ വിശ്വാസമൊന്നും ഇല്ലെങ്കിൽ പോലും എന്നാ നോക്കാം എന്ന് പറഞ്ഞിട്ട് അദ്ദേഹം വാങ്ങുകയും അദ്ദേഹത്തിന് വർഷങ്ങളായിട്ടുണ്ടായ അസുഖങ്ങളെ കുറിച്ചൊക്കെ ഇവിടെ പറഞ്ഞു അദ്ദേഹം, അല്ലേ? അതിനൊക്കെ നല്ലൊരു പരിഹാരം കിട്ടിയെന്നുള്ളതാണ്. അവിടെ നിന്ന് അങ്ങോട്ട് ഈ ബിസിനസ് നെഞ്ചിലേക്ക് കയറിയപ്പോ, ഹൃദയത്തിലേക്ക് തൊട്ടപ്പോഴാണ് യഥാർത്ഥത്തിൽ ഈ ബിസിനസിന്റെ മഹത്വം മനസ്സിലാക്കിക്കൊണ്ട് വളരെ നല്ല രീതിയിൽ പ്രൊമോട്ട് ചെയ്യുകയും ഇന്ന് കേരളത്തിൽ മാത്രമല്ല കേരളത്തിന്റെ വെളിയിലും നല്ലൊരു ടീമിനെ ക്രിയേറ്റ് ചെയ്തുകൊണ്ട് പോകുന്ന
ഗ്രേറ്റ് ലീഡറാണ് നമ്മുടെ CH. കർണാടകത്തിലേക്ക് നല്ല ടീമുണ്ട്. വാചകം അടിക്കാനല്ല, ഫീൽഡിൽ പോയിട്ട് പണിയെടുക്കണം. എന്നാൽ മാത്രമേ നമുക്ക് ഈ ബിസിനസ്സിൽ വിജയിക്കാൻ വേണ്ടി സാധിക്കൂ. അതുകൊണ്ട് ആ രീതിയിൽ ഈ ചെറുപ്പത്തിലും അദ്ദേഹത്തിന് പ്രായമൊന്നുമില്ല, വളരെ മനസ്സിൽ ചെറുപ്പമാണ്. അപ്പൊ ആ ചെറുപ്പത്തിൽ ഫീൽഡിൽ ഇറങ്ങുന്ന അദ്ദേഹത്തിന് ബിഗ് കൺഗ്രാറ്റുലേഷൻ ഞാൻ ഈ അവസരത്തിൽ നേരുകയാണ്. അദ്ദേഹത്തെ കുറിച്ച് പറയുമ്പോൾ നമുക്ക് നല്ലൊരു അഭിമാനമുണ്ട്. മാഗ്നറ്റിക് പ്രൊഡക്ട്സ് ഉപയോഗിച്ചാണ് അദ്ദേഹത്തിന് റിസൾട്ട് കിട്ടിയതെന്ന് പറഞ്ഞു. കുടുംബത്തിന് ഒത്തിരി ആൾക്ക് റിസൾട്ട് കിട്ടിയിട്ടുണ്ട്. അദ്ദേഹം കൊടുത്ത നിരവധി ആളുകൾക്ക് റിസൾട്ട് കിട്ടിയിട്ടുണ്ട്. ഭയങ്കര മഴയാണ് ഇവിടെ, കേൾക്കുന്നുണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഉണ്ട് സാർ, ഉണ്ട് സാർ. ഉണ്ടല്ലോ അല്ലെ? ക്ലിയർ അല്ലേ? ഓക്കെ. ഭയങ്കര മഴയാണ്. അപ്പോ അൾട്രാവറി എന്ന് പറയുന്ന നമ്മുടെ പ്രൊഡക്റ്റ് വന്നപ്പോ എല്ലാവരും പുതിയ പുതിയ പ്രൊഡക്റ്റ് വരുമ്പോ അതിനെ അദ്ദേഹത്തെ കണ്ണടച്ച് നിർത്തിയോളൂ അല്ലെ? ഓ, ഇനിയിപ്പോ ആ പ്രൊഡക്റ്റ് നോക്കാൻ വേണ്ടി പോവാ, മാഗ്നറ്റിക് പ്രൊഡക്ട്സിന്റെ പോരെ എന്നുള്ള രീതിയിൽ ഇങ്ങനെ പോകുമ്പോഴും അദ്ദേഹം അതും പരീക്ഷണം നടത്തി. എനിക്ക് തോന്നുന്നു കേരളത്തിൽ ഏറ്റവും കൂടുതൽ അൾട്രാവറി വാങ്ങുകയും വിൽപ്പന നടത്തുകയും ചെയ്ത ഒരു വ്യക്തിയാണ് അദ്ദേഹം. 10-60ഓളം അൾട്രാവറി വാങ്ങി ഉപയോഗിച്ച് ആരും കൊണ്ടുപോകുക എന്ന് എനിക്കറിയില്ല. അൾട്രാവറി കാണാത്ത ആളുകൾ പോലും നമ്മുടെ ടീമിലുണ്ട്, അത് ഉപയോഗിക്കാത്ത ആളുകളുണ്ട്. എന്നാൽ അദ്ദേഹം 10-60ഓളം അൾട്രാവറി വാങ്ങിച്ചു, ഉപയോഗിച്ചു. പലർക്കും 2500-3000 വെക്കുന്നുണ്ട്. ആളെ നോക്കിയിട്ട് വില കുറച്ച് കിട്ടും. അല്ലേ? നിങ്ങൾ വേണമെങ്കിൽ അദ്ദേഹമായിട്ട് ബന്ധപ്പെട്ടോ, പരിചയം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് വില കുറച്ച് നെഞ്ചിലേറ്റി കൊണ്ടുപോകുന്ന വ്യക്തിത്വമാണ് നമ്മുടെ CH. എന്തായാലും താങ്കളുടെ ലക്ഷ്യം പൂർത്തിയാകട്ടെ. എല്ലാവരും ബയോട്ടോറിയത്തിൽ കയറുന്ന ഒരാളുടെ ആദ്യത്തെ ലക്ഷ്യം എന്താണെന്ന് അറിയോ? എന്താണ്? എല്ലാവർക്കും പറയാൻ പറ്റൂല്ലോ, ഇവിടെ സൂം ആയതുകൊണ്ട് അല്ലെ? ബയോട്ടോറിയത്തിൽ വന്നാൽ ഇതിനെ ബിസിനസ് ആയിട്ട് ഏറ്റെടുക്കുന്ന ഒരു ആദ്യത്തെ മൈൽ സ്റ്റോൺ എന്ന് പറയുന്നത് 1 CR ആണ് അല്ലെ ചന്ദ്രമാഷെ? ഒരു 1 CR അടിക്കുക എന്നുള്ളതാണ് ഒരു സ്വപ്നം എന്ന് പറയുന്നത്. ആ 1 CRലേക്ക് നിങ്ങൾ ഓരോരുത്തരും എത്തട്ടെ, എത്തും എന്നുള്ള കാര്യത്തിൽ ഒരു സംശയം വേണ്ട. കാരണം ആ രീതിയിലുള്ള മാറ്റങ്ങളാണ് കമ്പനിയിലേക്ക് കൊണ്ടുവന്നിരിക്കുന്നത്. അത് വാങ്ങാൻ വേണ്ടിയിട്ട് തയ്യാറായിട്ട് നമ്മൾ മാനസികമായിട്ട് തയ്യാറായവര് മാത്രമാണ് ഈ സുപ്രഭാതത്തിൽ ഈ മഴയത്തും ഈ പ്രോഗ്രാമിൽ പങ്കെടുക്കുന്നത്. അതാണ് ആദ്യത്തെ തെളിവ് എന്ന് പറയുന്നത്. ഒരു ശക്തിക്ക് നമ്മളെ പരാജയപ്പെടുത്താൻ പറ്റില്ല. നിങ്ങൾ മെന്റലി പ്രിപ്പയർഡ് ആയാല്, മനസ്സിലായ? ഈ ബോഡിക്കകത്ത് ഒരു ഹോർമോൺ വരാനുണ്ട്, വിജയത്തിന്റെ ഒരു ഹോർമോൺ ഉണ്ട്, മനസ്സിലായ? സക്സസിന്റെ ഹോർമോൺ ബോഡിയിൽ ഉത്പാദിപ്പിക്കാൻ തുടങ്ങിയാല് പിന്നെ നിൽക്കില്ല. നിരാശയുടെയും സങ്കടത്തിന്റെയും ഹോർമോൺ ഉത്പാദിപ്പിക്കാൻ തുടങ്ങിയാല് എപ്പോഴും നിരാശയായിരിക്കും. നമ്മളിങ്ങനെ താഴോട്ട് നോക്കിയിരിക്കും, കുത്തന മുഖം ഇങ്ങനെ കുത്തി പിടിച്ചിരിക്കും അല്ലെ? ആ വിജയത്തിന്റെ ഹോർമോൺ ബോഡിയിലേക്ക് വന്നോണ്ടല്ലോ നമ്മൾ മുകളിലോട്ട് നോക്കും. എന്താ പവർ എന്നറിയത്. ആ ഹോർമോൺ വരുന്ന ആളുകൾക്ക് മാത്രമേ ഇതിനകത്തേക്ക് വരാൻ പറ്റുള്ളൂ ഈ പ്രോഗ്രാമിലേക്ക്. അല്ലാത്തൊരു ചുരുണ്ടുകൂടി മൂടിപ്പൊളിച്ച് കിടക്കും അല്ലേ? മൂടിപ്പൊളിച്ച് കിടക്കും, മനസ്സിലായ? അപ്പോ അത്രയും നല്ലൊരു പ്ലാറ്റ്ഫോമിലാണ് നമ്മൾ ഇവിടെ എത്തിയിരിക്കുന്നത്. മിനീഷ് സാറിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഒന്നും പറയാനില്ല. അദ്ദേഹം നമുക്ക് ദൈവം തന്ന ഒരു ഗിഫ്റ്റാണ്. നമ്മുടെ ബയോട്ടോറിയത്തിന്റെ സ്വകാര്യ അഹങ്കാരമാണ്. നമുക്ക് അഹങ്കാരമുണ്ട്, അദ്ദേഹത്തിന് അഹങ്കാരി എന്നല്ല ഞാൻ പറഞ്ഞു. നമ്മുടെ ഒരു അഹങ്കാരമാണ്, ഒരു അസറ്റാണ് അദ്ദേഹം. ഇത്രയും നിഷ്കളങ്കനായ ഒരു മനുഷ്യ സ്നേഹിയെ ഞാൻ അടുത്ത കാലത്തൊന്നും കണ്ടിട്ടില്ല. ടീം ഒന്നും നോക്കാതെ എവിടെ വിളിച്ചാലും അദ്ദേഹം പോകും, ക്ലാസ് എടുക്കും, മോട്ടിവേറ്റ് ചെയ്യും. നല്ല അറിവുകൾ അദ്ദേഹം നൽകുന്നുണ്ട്. പുതിയ പുതിയ കാര്യങ്ങളെ കുറിച്ച് അദ്ദേഹം പഠിക്കാൻ തയ്യാറാകുന്നതാണ്. അദ്ദേഹത്തെ കുറിച്ച് ഞാൻ പലപ്പോഴും പറഞ്ഞിട്ടുണ്ട്. ഇദ്ദേഹത്തെ കാണാൻ എന്താ ചന്ദ്രമാഷ് ഇവിടെ ഉണ്ട്. ചന്ദ്രമാഷും പവിത്രൻ സാറും കൂടി ഞാൻ ഇവരുടെ വീട്ടിലേക്ക് പോയി താമസിച്ചു. ചന്ദ്രമാഷ പങ്കെടുത്ത ശോഭയുടെ വീട്ടിലും അതുപോലെ തന്നെ നമ്മുടെ പവിത്രൻ സാറിന്റെ വീട്ടിലൊക്കെ പോയി താമസിച്ചു. അദ്ദേഹം പെരുമഴയത്താണത്, ഇപ്പോഴും ഓർക്കുന്നുണ്ട്. അതൊക്കെ കഴിഞ്ഞിട്ട് എനിക്കൊരു വലിയൊരു ലീഡർ ഉണ്ട്, അദ്ദേഹം ഗൾഫിലേക്ക് പോവാണ്, സാറേ വേഗം ഒന്ന് കാണണേ. നമ്മുടെ ഇന്നെ കാണാന്ന് പറഞ്ഞിട്ട് വടകര വന്നിട്ടാണ് ഞാൻ ഈ മിനീഷ് സാറിനെ പരിചയപ്പെടുന്നത്. അപ്പൊ എന്തോ ഒരു പുലി വരുന്നത് പറഞ്ഞിട്ട് എന്നെ ഇവര് കൊണ്ടുപോകുന്നത്. അടിച്ച ആളാണ് വരുന്നത്, സ്വദേശിയാണ്, മറ്റേ ബയോട്ടോറിയത്തിന്റെ വലിയ ലീഡറാണ് പറഞ്ഞ കൊണ്ടുപോകണത്. വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. ഒരു തൊപ്പിയൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു. ഞാൻ പലപ്പോഴും പറഞ്ഞിട്ടുണ്ട്, എന്നാലും കേൾക്കാത്ത ആൾക്ക് വേണ്ടി പറയാം. അപ്പൊ ഞാൻ കാറിന്ന് ഇറങ്ങി. അപ്പൊ എന്നെ കാണുമ്പോൾ തന്നെ ഇദ്ദേഹത്തിന് മനസ്സിലായി ഇയാളാണ് വലിയ ലീഡർ എന്നൊക്കെ പറഞ്ഞു വരുന്ന ആള് അല്ലെ? കാണാനും ഇല്ല, ഹൈറ്റും ഇല്ല, വെയിറ്റും ഇല്ല, മസിലും ഇല്ല, ഇഷ്ടിയും ഇല്ല, ഒരു പച്ച മനുഷ്യൻ. അദ്ദേഹം പരിചയപ്പെട്ടു. സ്വാഭാവികമായിട്ട് പരിചയപ്പെട്ടപ്പോ എന്നോട് പറഞ്ഞു, എനിക്ക് ബയോട്ടോറിയത്തിനെ കുറിച്ചൊന്നും അറിയണ്ട, പ്രൊഡക്റ്റിനെ കുറിച്ചൊന്നും അറിയണ്ട, പ്ലാനിനെ കുറിച്ചൊന്നും അറിയണ്ട, ഇതൊക്കെ ഞാൻ മനസ്സിലാക്കി കഴിഞ്ഞു. എനിക്ക് താങ്കളോട് ഒറ്റ ചോദ്യം ചോദിക്കാനുള്ളൂ, താങ്കൾ ഈ കമ്പനിയിൽ എത്ര നാളുണ്ടാവും?
ഈ കമ്പനിയിൽ താങ്കൾ എത്ര നാളുണ്ടാവും? ചന്ദ്രൻ മാഷിന്റെ കൂടെ സാക്ഷിയായിട്ട് അന്ന് ഞാൻ പറഞ്ഞ ഉത്തരേ ഉള്ളൂ. ഞാൻ ഒരു കമ്പനി ഏറ്റെടുത്താല് ഞാൻ അവിടെ തന്നെ ഉണ്ടാവും. കാരണം ഞാൻ മങ്കി സിൻഡ്രം ബാധിച്ച് ചാടിക്കളിക്കുന്ന ഒരു ലീഡർ അല്ല. എന്റെ ഹിസ്റ്ററി നിങ്ങൾ പരിശോധിച്ചാൽ മനസ്സിലായില്ലേ? അതുകൊണ്ട് പല കമ്പനികളും നമ്മൾ അറിയാതെയോ അറിഞ്ഞോ പൂട്ടിപ്പോയിട്ടുണ്ട്. അതാണ് ഇന്നലെകളെ കുറിച്ച് ഇവിടെ പറഞ്ഞത്. ഗവൺമെന്റ് വരെ ബാൻ ചെയ്തിട്ടുണ്ട് ഡയറക്ട് സെല്ലിങ്ങിനെ. അതിൽ നിന്നെല്ലാം നമ്മൾ മോചനത്തിലേക്ക് വന്നിട്ടുണ്ടെങ്കിൽ എന്റെ പൊന്നു സുഹൃത്തുക്കളെ, പോരാട്ട വീര്യത്തിന്റെ അടിസ്ഥാനം, അത്രയും നല്ല പോരാട്ടം ഇവിടെ നടത്തിയതിന്റെ അടിസ്ഥാനത്തിലാണ് ഗവൺമെന്റിന് പോലും ഇല്ലേ അവസാനം ഡയറക്ട് സെല്ലിങ്ങിനെ ഇന്ത്യയിൽ ഓപ്പൺ ചെയ്യേണ്ടി വന്നു എന്നുള്ളതാണ്. അല്ലെ, ഇന്ത്യൻ പാർലമെന്റിൽ നിയമം പാസ്സാക്കേണ്ടി വന്നു. അത്രയും അതിശക്തമായ പോരാട്ടം വിവിധ യൂണിയനുകൾ നടത്തിയിട്ടുണ്ട്. നിസ്സാരമല്ല അതൊന്നും മറക്കാൻ പറ്റില്ല നമുക്ക്. അപ്പോ അന്നത്തെ സംഭവത്തിൽ ചിലർക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും പോയിട്ടുണ്ടാവും. പക്ഷെ ഞാൻ അതിന്റെ അച്ഛൻ വരെ നിൽക്കുന്ന ഒരു ലീഡറാണെന്ന് ഞാൻ പറഞ്ഞു. ഉറപ്പാണ്. ഞാൻ ഉറപ്പാണ് സാറേ. എന്ത് മോഹന വാഗ്ദാനങ്ങൾ കിട്ടിയാലും ഞാൻ പോകുന്ന ഒരാളല്ല. പലപ്പോഴും സംഭവിക്കുന്ന ലീഡേഴ്സ് ഇങ്ങോട്ട് ചാടിക്കൊണ്ടിരിക്കും. അപ്പൊ ടീമിന് നേതൃത്വം കൊടുക്കാൻ ആളുകൾ ഇല്ലാതാവും. അപ്പൊ ടീം ശിഥിലമാവും. അവരുടെ പ്രതീക്ഷകള് ഇല്ല, അവരുടെ സ്വപ്നങ്ങള് കരിഞ്ഞു പോകും. അതാണ് യഥാർത്ഥത്തിൽ സംഭവിക്കുന്നത്. ഞാൻ പ്രോമിസ് ചെയ്തു, ഇന്നും ഞാൻ ഈ കമ്പനിയുടെ കൂടെ ഉണ്ട്, എന്നും ഞാൻ ഈ കമ്പനിയോട് ഉണ്ടാവും. ഒരു സംശയം വേണ്ട കാര്യത്തിൽ. മനസ്സിലായ? അപ്പോ നമ്മൾ കൊണ്ടുവരുന്ന ആളുകൾക്ക് നിങ്ങൾക്ക് കോൺഫിഡൻസ് കൊടുക്കാൻ വേണ്ടി സാധിക്കണം. അതുകൊണ്ട് തന്നെയാണ് ഇന്ന് നാളെ ഇവിടെ സംസാരിച്ചു. ഡയറക്ട് സെല്ലിങ്ങിന്റെ ഇന്നലത്തെ ചരിത്രം ഇവിടെ പറഞ്ഞു. ഡയറക്ട് സെല്ലിങ്ങിന്റെ ഇന്നലത്തെ ചരിത്രം ഇവിടെ പറഞ്ഞു ഇല്ലേ? നിരോധിച്ച കാര്യം ഇവിടെ പറഞ്ഞു. പക്ഷേ ഇന്ന് ഏറ്റവും ശോഭനമായ, ഏറ്റവും ഭാവിയുള്ള ലോകത്തിലെ വേൾഡിലെ നമ്പർ 1 ഇൻഡസ്ട്രിയാണ് ഡയറക്ട് സെല്ലിംഗ് ഇൻഡസ്ട്രി. ലോകം അംഗീകരിച്ച, ഇന്ത്യ ഗവൺമെന്റ് അംഗീകരിച്ച, സംസ്ഥാന ഗവൺമെന്റ് അംഗീകരിച്ച ഒരു ഓപ്പർച്യൂണിറ്റിയാണ് ഡയറക്ട് സെല്ലിങ്ങിലൂടെ സാധാരണക്കാരനെ അസാധാരണക്കാരനാക്കാൻ വേണ്ടി സാധിക്കുന്ന ഇൻഡസ്ട്രി വേൾഡിൽ. അതാണ് എന്റെ പ്രത്യേകത. ഒരു ഇൻവെസ്റ്റ്മെന്റും ഇല്ലാതെ ചെറിയൊരു 3200 രൂപയുടെ ഒരു എൻട്രി എടുത്തുകൊണ്ട് നിങ്ങൾക്ക് ഇതിനകത്തേക്ക് വരാൻ സാധിക്കുമെങ്കിൽ 2 ആളോട് കടം മേടിക്കുക 1500 വെച്ചിട്ടില്ലേ? ഇല്ലെങ്കിൽ 500 രൂപ വെച്ചിട്ട് 6 പേരോട് മേടിക്കാം. വിജയിക്കാനുള്ള മനസ്സ് നിങ്ങൾക്കുണ്ടെങ്കിൽ ഗവൺമെന്റ് സപ്പോർട്ട് ഉണ്ട്, ടീം സപ്പോർട്ട് ഉണ്ട്, കമ്പനിയുടെ സപ്പോർട്ട് ഉണ്ട്, നമ്മുടെ എഡ്യൂക്കേഷൻ സിസ്റ്റം ഉണ്ട്. ഇവിടെ ചേർത്ത് പിടിച്ചുകൊണ്ട് മുന്നോട്ട് പോകാൻ വേണ്ടിയിട്ട് സാധിക്കുന്ന ഇൻഡസ്ട്രി ഇത് മാത്രമേ ഉള്ളൂ. സോഷ്യലിസം യഥാർത്ഥത്തിൽ നടക്കുന്നത് ഡയറക്ട് സെല്ലിങ്ങിലൂടെയാണ്. പാവപ്പെട്ടവന്റെ കണ്ണീരൊപ്പണമെങ്കിൽ അവന് സാമ്പത്തികം ആവശ്യമുള്ളത് സാമ്പത്തികം തന്നെ കൊടുക്കണം. അതിവിടെ ഒരു രാഷ്ട്രീയ പാർട്ടിക്കും കൊടുക്കാൻ വേണ്ടി സാധിക്കില്ല. ഗവൺമെന്റിനും കൊടുക്കുന്നതിന് പരിമിതികളുണ്ട് എന്റെ പൊന്നു സുഹൃത്തുക്കളെ. എന്നാൽ വലിയ പ്രതീക്ഷയോടെയും വലിയ ആവേശത്തോടെയും നേടുമെന്നുള്ള വാശിയോടുകൂടി വരുന്ന ആളുകൾക്ക് വിജയിക്കണം എന്നൊരു ആവേശം മാത്രം ഉണ്ടായാൽ മതി. വിജയിച്ച് അടങ്ങുന്ന ഒരു വാശി മാത്രം ഉണ്ടായാൽ മതി. വേറൊന്നും ഇവിടെ കൈമുതലായിട്ട് ആവശ്യമില്ല. അതാണ് വിജയിച്ച് അടങ്ങുന്ന ഒരു വാശി നിങ്ങളോട് ഉണ്ടാകണം. സ്വപ്നങ്ങൾ ഉണ്ടാകണം. നേടി അടങ്ങുന്നുള്ള വാശി ഉണ്ടെങ്കിൽ ഡയറക്ട് സെല്ലിംഗ് പോലെ മധുരമനോഹരമായ ഒരു ഇൻഡസ്ട്രി ലോകത്തില്ല. എന്റെ അനുഭവം തന്നെ നിങ്ങൾക്ക് അറിയാം അല്ലെ? എല്ലാം നശിച്ചു, ഇനി ജീവിതം തീർന്നു എന്ന് കടന്നിരിക്കുന്നതാണ് അല്ലെ? ദൈവാനുഗ്രഹം കൊണ്ട് നമ്മൾ ചെയ്യുന്ന സൽപ്രവർത്തികൾ ചെയ്താൽ ഇന്നല്ലെങ്കിൽ നാളെ നന്മ വിതച്ചാൽ നന്മ നമ്മളിലേക്ക് തന്നെ വരും എന്റെ പൊന്നു സുഹൃത്തുക്കളെ. അങ്ങനെ നന്മ ചെയ്യുക, നിങ്ങളിലേക്ക് വിജയം ഈ പ്രകൃതി എത്തിക്കും. ഒരു സംശയവും വേണ്ട. നിങ്ങൾ ആര് തകർക്കാൻ വിചാരിച്ചാലും നടക്കില്ല. ഒരാൾ വിചാരിച്ചാലും നടക്കാൻ പറ്റില്ല. നിങ്ങൾ കൂടെ വന്ന ആളുകൾ പോകാം, കൊണ്ടുവന്ന ആളുകൾ പോകാം, പലരും പോകാം. സ്റ്റിക്ക് ഓൺ ചെയ്ത് നിൽക്കണം. കാരണം നമ്മൾ എത്തിയിരിക്കുന്നത് വേൾഡിലെ നമ്പർ 1 പ്ലാറ്റ്ഫോമിലാണ്. എനിക്കിന്ന് അഭിമാനമുണ്ട്. കാരണം കേന്ദ്ര ഗവൺമെന്റിന്റെ നിയമം പാസ്സാക്കിയപ്പോ കേരള മോണിറ്ററിംഗ് മെക്കാനിസം ലീഗലായിട്ട് ഇവിടെ വർക്ക് ചെയ്യാൻ വേണ്ടി പോകുന്ന കമ്പനികളുടെ ലിസ്റ്റ് പ്രസിദ്ധീകരിക്കാൻ വേണ്ടി പോവാം. അതിനകത്തേക്ക് നമ്മുടെ കമ്പനിയുടെ പേരില്ല എന്നൊക്കെ പറഞ്ഞ് കുറെ ആള് കൈയും കാലൊക്കെ പൊക്കി നടപ്പുണ്ടായിരുന്നു. മനസ്സിലായില്ലേ? എന്നാൽ എന്റെ പൊന്നു സുഹൃത്തുക്കളെ, ഇന്നലെ നമ്മൾ അതിന്റെ എല്ലാ കാര്യങ്ങളും കംപ്ലീറ്റ് ചെയ്തു. ഇന്ന് അതിന്റെ ട്രഷറിയിൽ, കേരള ട്രഷറിയിൽ കാശെടുക്കണം. 10 മണിയാവാൻ ഞാൻ കാത്തിരിക്കുകയാണ്. കേരള ട്രഷറി കൊണ്ടുപോയിട്ട് അതിന് ചലാൻ അടക്കണം. അതിന് ഗവൺമെന്റുകളൊക്കെ ഫീസ് അടക്കണം. അത് ഇന്ന് രാവിലെ 10 മണിക്ക് ചലാൻ, അത് ആദ്യത്തെ ക്യൂവിൽ ഞാൻ ഉണ്ടാവും. അവിടെ അത് അടച്ചു കഴിഞ്ഞാൽ ഓൺ ദ സ്പോട്ടിൽ കമ്പനിയിൽ നിന്നും അത് വെബ്സൈറ്റിലേക്ക് അപ്ലോഡ് ചെയ്യപ്പെടുകയാണ്. വളരെ സന്തോഷം നിറഞ്ഞൊരു ദിവസമാണ് ഇന്ന് ബയോട്ടോറിനെ സംബന്ധിച്ചിടത്തോളം. അല്ലേ? എല്ലാ ലീഗൽ കാര്യങ്ങളും പ്രോപ്പറായി ചെയ്തുകൊണ്ട് അതുമായിട്ട് കമ്പനിയുടെ ലീഗലുമായിട്ട് ബന്ധപ്പെട്ട് 7:50 എന്നൊരു സൂം ഉണ്ട്. ഹിന്ദിയിലാണ്. ഞാൻ ഇന്നലെ തന്നെ ലിങ്ക് ഗ്രൂപ്പിൽ ഇട്ടിട്ടുണ്ടായിരുന്നു. കിട്ടാത്തവരെ നിങ്ങളുടെ ലീഡേഴ്സിനോട് ചോദിച്ചു വാങ്ങണം. കോർ ഗ്രൂപ്പിലൊക്കെ ഇട്ടിട്ടുണ്ട്. 7:50 നമ്മുടെ അഡ്വക്കേറ്റ്, കമ്പനിയുടെ ലീഗൽ അഡ്വക്കേറ്റ് രവികുമാർ സാർ ആ പ്രോഗ്രാമിൽ പങ്കെടുക്കുന്നുണ്ട്. അപ്പൊ അത്രയും ലീഗലായിട്ടുള്ള ഒരു കമ്പനി വരും ദിവസങ്ങൾ ഇവിടെ ലിസ്റ്റ് പ്രസിദ്ധീകരിക്കുമ്പോൾ അതിൽ നമ്പർ 1 ആയിട്ട് ഈ ബയോട്ടോറിയത്തിന്റെ പേരുണ്ടാവുന്നുള്ള കാര്യത്തിൽ ഒരു സംശയം വേണ്ട.
ബയോട്ടോറിയൻ എന്നുള്ളതിൽ നമ്മൾക്ക് ഓരോരുത്തർക്കും അഭിമാനിക്കാം എന്റെ പൊന്നു സുഹൃത്തുക്കൾ. അത്രയും നല്ല കമ്പനിയിലാണ് നമ്മൾ വന്നിരിക്കുന്നത് മനസ്സിലാക്കണം. അതുകൊണ്ട് നാളെ അല്ലെ നമ്മളൊരു ബിസിനസ് ചെയ്യുമ്പോൾ നാളേക്ക് ഫ്യൂച്ചർ ഉണ്ടോ എന്ന് നോക്കിയിട്ട് നമ്മൾ ചെയ്യല്ലേ. നാളെ അനന്തമായ സാധ്യതയാണ് ഡയറക്ട് സെല്ലിങ്ങിനുള്ളത്. നിങ്ങളുടെ കുട്ടികളെ പോലും നമുക്ക് ഡയറക്ട് സെല്ലിങ്ങിനെ കൊണ്ടുവരാൻ വേണ്ടി സാധിക്കും. അപ്പൊ കുട്ടികളെല്ലാം നമ്മൾ പഠിപ്പിച്ചിട്ട് നല്ല ജോലിക്ക് വേണ്ടി വിടുക അല്ലെ. എത്ര കിട്ടും ജോലി അല്ലെ? എന്ത് ജോലി കിട്ടിയാൽ എത്ര ശമ്പളം കിട്ടും? അതിന് ലിമിറ്റ് ഉണ്ട്, ലിമിറ്റഡ് ഇൻകം ആണ് അല്ലെ. ഒരു ഡോക്ടർ ആണെങ്കിൽ എത്ര കിട്ടും? എല്ലാവരും ലക്ഷ്യമാണ് മക്കളെ ഡോക്ടറാക്കുക. ഇപ്പൊ പിള്ളേർ പോകുന്നില്ല കേട്ടാ. പിള്ളേർക്ക് ഇപ്പൊ അടിച്ചു പൊളിക്കണം. ഡോക്ടറെ അടിച്ചു പൊളിക്കാനൊന്നും പറ്റില്ല. 24 മണിക്കൂറും ഡ്യൂട്ടി ചെയ്യേണ്ടി വരും അല്ലെ. നല്ല ഡോക്ടർ ആകുമ്പോ. അപ്പോ ഒരു ഡോക്ടർ ആയാലും മാക്സിമം എത്ര കിട്ടും ശമ്പളം? ലിമിറ്റ് ഉണ്ട്, ലിമിറ്റ് ഉണ്ട് അല്ലെ. ഒരു എഞ്ചിനീയർ ആയ ശമ്പളത്തിന് ലിമിറ്റ് ഉണ്ട്. ഒരു ചാർട്ടേഡ് അക്കൗണ്ടിന് ശമ്പളത്തിന് ലിമിറ്റ് ഉണ്ട്. ഇവിടെ നോ ലിമിറ്റ് എന്നുള്ളതാണ്. ഹാപ്പി ആയിട്ട് നമുക്ക് ഇല്ലേ അങ്ങോട്ടും ഇങ്ങോട്ടും കറങ്ങി നടന്ന് അല്ലെ നല്ലൊരു പറവകളെ പോലെ ആകാശത്തിലൂടെ പറന്ന് നടന്നുകൊണ്ട് ജീവിതം എൻജോയ് ചെയ്തുകൊണ്ട് കോടികൾ സമ്പാദിക്കാൻ വേണ്ടി സാധിക്കുന്ന ഇൻഡസ്ട്രിയിലേക്ക് വരുന്ന ഭാവിയിൽ നമ്മുടെ തലമുറകൾ കടന്നു വരാൻ വേണ്ടി പോകുന്ന ഇൻഡസ്ട്രിയാണ്. മനസ്സിലാക്കണം. അതാണ് ഇവിടെ മിനീഷ് സാറ് സൂചിപ്പിച്ചത്. മനസ്സിലായ? അതാണ് മിനീഷ് സാറ് സൂചിപ്പിച്ചത്. ഒരു കാലഘട്ടത്തിൽ ഏറ്റവും അപകടം നേരിട്ടവരാണ് ഡയറക്ട് സെല്ലിംഗ് ചെയ്യുന്ന ആളുകൾ. ഒന്നിനും കൊള്ളാത്തവര്, മടിയന്മാര്, പറ്റിക്കുന്നവര്, ആളെ പറ്റിക്കാൻ നടക്കുന്ന ആളുകൾ എന്നൊക്കെ നിങ്ങളുടെ മുഖത്ത് നോക്കി പറഞ്ഞിട്ടുണ്ടാവും. എനിക്കൊന്നും വേറെ പണിയില്ല എന്റെ ചന്ദ്രൻ മാഷെ ഇല്ലേ. ആ കലക്ഷന് പോയാൽ പോരെ. അദ്ദേഹം KSFE-യിലെടുത്ത ഒരു ജോലിക്കാരനാണ്. അവിടെ പോയാൽ മാസം 40,000 50,000 കിട്ടില്ലേ. എന്തിനാ ഈ പണിക്ക് പോകുന്ന പറഞ്ഞു. ഇവിടെ ഒരു ദിവസം എന്റെ പൊന്നു സുഹൃത്തുക്കളെ 2 ലക്ഷം രൂപ കിട്ടാനുള്ള അവസരം ബയോട്ടോറിയത്തിൽ ഇപ്പൊ നിലവിലുണ്ട്. ഒരു ഐഡിയ ഉണ്ടൊക്കെ തന്നെ ആലോചിച്ച് നോക്കണം. അൺലിമിറ്റഡ് ഇൻകം ആണ് ഇവിടെ കൊടുക്കുന്നത്. കിട്ടാനുള്ളത് മുഴുവൻ നേടിയെടുക്കണം എന്റെ പൊന്നു സുഹൃത്തുക്കളെ. നമുക്ക് കിട്ടാനുള്ളത് മുഴുവൻ നേടിയെടുക്കണം. അത് നമ്മുടെ അവകാശമാണ്, ജന്മാവകാശമാണ് എന്നുള്ള ഒരാത്മവിശ്വാസത്തോടെ നിങ്ങൾ മുന്നോട്ട് വരികയാണെങ്കിൽ നിങ്ങളെ മുമ്പിൽ ഈ പ്രകൃതി കനിയും. ഒരു സംശയവും വേണ്ട, ഒരു സംശയം വേണ്ട അല്ലെ. അല്ല ഞാൻ പറഞ്ഞു വന്നു, ഒരു കാലഘട്ടത്തിൽ നമ്മളെ അവഗണിച്ചിട്ടുണ്ടെങ്കിൽ ഇന്ന് സ്കൂളുകളിൽ പോലും പാഠ്യവിഷയമാണ് ഡയറക്ട് സെല്ലിംഗ്. കുട്ടികൾക്ക് പാഠ്യവിഷയമാണ്. 10ാം ക്ലാസ് മുതലുള്ള ക്ലാസ്സുകളിൽ തമിഴ്നാട്ടിലൊക്കെ തുടങ്ങിക്കഴിഞ്ഞു പാഠ്യവിഷയം. പല യൂണിവേഴ്സിറ്റികളിലും ഇല്ലേ ഡിഗ്രിക്കും ഡിപ്ലോമ കോഴ്സുകളും അതുപോലെ തന്നെ PhD വരെ ഡയറക്ട് സെല്ലിംഗിൽ PhD ഡോക്ടറേറ്റ് എടുക്കാൻ പറ്റുന്ന സാഹചര്യം നമ്മുടെ രാജ്യത്തിൽ നിലവിൽ വന്നു. തിരിച്ചറിയണം ഇൻഡസ്ട്രിയെ കുറിച്ചിട്ട്, തിരിച്ചറിയണം. നിങ്ങൾ ഇത് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കണം. കാലം മാറി. മനസ്സിലായ? ബാങ്കിൽ നിങ്ങൾ ഒരു അക്കൗണ്ട് ഓപ്പൺ ചെയ്യാൻ പോവാണെങ്കിൽ ഒരു ചോദ്യമുണ്ട്, നിങ്ങളുടെ ജോലി എന്താണ്, പ്രൊഫഷൻ എന്താണ് അല്ലെ. അപ്പൊ അവിടെ എത്തുമ്പോൾ എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും തിരിഞ്ഞും മറിഞ്ഞും കളിക്കലാണ്. കൂലിപ്പണി വേണം, കൂലിപ്പണി എഴുതും. അല്ലെങ്കിൽ പ്രൈവറ്റ് സെക്ടർ അല്ലെ, അല്ലെങ്കിൽ ഇൻഷുറൻസ് ഏജൻസ് അല്ലെ, അല്ലെങ്കിൽ ചാർട്ടേഡ് അക്കൗണ്ടന്റ്, ഡോക്ടർ ഇങ്ങനെ എഴുതും. നമ്മളെന്താ എഴുതുക? നമ്മൾക്കൊന്നും എഴുതാനില്ല അവിടെ ഇത്രയും കാലം അല്ലെ. ഇത്രയും കാലം നമ്മളെന്താ പ്രൈവറ്റ് സെക്ടർ എന്ന് എഴുതും അല്ലെ, അല്ലെങ്കിൽ ഇൻഷുറൻസ് ഏജന്റ് എന്ന് എഴുതും അല്ലെ. എന്തെങ്കിലും നമ്മൾ തോന്നിയത് എഴുതി വിടുകയായിരുന്നു ആ ഫോമിൽ. എന്നാൽ എന്റെ പൊന്നു സുഹൃത്തുക്കളെ അവിടെ ഓപ്ഷൻ വന്നിരിക്കുന്നു. ബാങ്കുകാർ ഓപ്ഷൻ തന്നിരിക്കുന്നു, മൾട്ടി ലെവൽ മാർക്കറ്റിംഗ്. മനസ്സിലായ? അവരുടെ ഫോമിലുണ്ട്. ICICI ബാങ്കിൽ നിങ്ങൾ പോയി നോക്കൂ, ഇന്ന് തന്നെ പോയി നോക്കൂ. അവരുടെ ഫോമിലുണ്ട് ജോബ് എന്താണെന്ന് ടിക്ക് ചെയ്താണ് മതി. മൾട്ടി ലെവൽ മാർക്കറ്റിംഗ് എന്തുകൊണ്ട് വന്നു? ധീരമായ പോരാട്ടത്തിലൂടെ ഇന്ത്യ ഗവൺമെന്റും സംസ്ഥാന ഗവൺമെന്റും അംഗീകരിച്ചപ്പോ ബാങ്കിങ് സെക്ടർ മേഖലകൾക്കും അംഗീകരിക്കേണ്ടി വന്നു. ഇതൊരു പ്രൊഫഷനായിട്ട് അംഗീകരിക്കേണ്ടി വന്നു. ഒരു പ്രൊഫഷൻ ഇന്ന് നമ്മുടെ രാജ്യത്ത് നിലവിലുള്ള ഏത് പ്രൊഫഷനിൽ കിട്ടുന്നതിനേക്കാൾ കൂടുതൽ വരുമാനം ഉണ്ടാക്കാൻ വേണ്ടി സാധിക്കും. മറ്റ് പ്രൊഫഷനിൽ അവനവന്റെ പോക്കറ്റിലേക്ക് വരുള്ളൂ വരുമാനം, അവന്റെ കുടുംബത്തിലേക്ക് വരുള്ളൂ. പക്ഷെ നമ്മുടെ അക്കൗണ്ടിലേക്ക് വരുമാനം വരണമെങ്കിൽ നിരവധി കുടുംബങ്ങളിലേക്ക് വരുമാനം വാങ്ങിച്ചു കൊടുത്താൽ മാത്രമേ നമ്മുടെ അക്കൗണ്ടിലേക്ക് വരുമാനം വരുള്ളൂ. അതാണ് ഇതിന്റെ മറ്റൊരു ബ്യൂട്ടി എന്ന് പറയുന്നത് ഡയറക്ട് സെല്ലിങ്ങിന്റെ അല്ലെ. നമ്മുടെ കൂടെ വരുന്ന ആൾക്ക് വരുമാനം ഇല്ലെങ്കിൽ നിങ്ങളുടെ അക്കൗണ്ടിലേക്ക് വരുമാനം വരുമോ? വരില്ല. അതാണ് ബ്യൂട്ടി എന്ന് പറയുന്നത്. ഞാൻ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും, ഞാൻ നിർത്താൻ പോവാ, സമയം കുറെ വൈകി. അപ്പൊ എന്നെ കുറിച്ച് അങ്ങനെ പരാതിയുണ്ട്, ഇയാൾ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് നിർത്തുകയാണ്. ഞാൻ അത്രയും ആവശ്യപരിതരാണ് ഇൻഡസ്ട്രിയിൽ. മനസ്സിലായ? അതുകൊണ്ട് ഒരു ബാങ്ക് ചെന്ന് അക്കൗണ്ട് എടുക്കണമെങ്കിൽ പോലും ഡയറക്ട് സെല്ലിംഗ് മേഖലയിൽ വർക്ക് ചെയ്യുന്ന, ഞാൻ ഇന്നലെ പറഞ്ഞു പോലീസ് സ്റ്റേഷനിൽ പോയ കാര്യം അല്ലെ. ഞാൻ എന്റെ ID കാർഡ് കാണിച്ചപ്പോഴാണ് അടിപൊളി എന്ന് പറഞ്ഞു. യൂണിയന്റെ കാർഡുകൾ കാണിച്ചു കൊടുക്കണം. യൂണിയൻ മെമ്പർഷിപ്പ് എല്ലാവർക്കും വേണ്ടിയിട്ടാകണം. ഇന്ന് യൂണിയൻ എന്ന് ഞാൻ പറയുന്നില്ല, നിങ്ങൾക്ക് ഇഷ്ടമുള്ള യൂണിയനിൽ മെമ്പർഷിപ്പ് ഉണ്ടാവണം. അത് നിങ്ങളുടെ കയ്യിലുണ്ടാവണം. വീട്ടിൽ വെച്ചിട്ട് നടന്നിട്ട് കാര്യമില്ല. മനസ്സിലായ? കയ്യിലുണ്ടാകണം. അപ്പൊ അതെല്ലാം നിർബന്ധമാണ്. അങ്ങനെ ലോകം അംഗീകരിച്ച നാളത്തെ ഇൻഡസ്ട്രിയുടെ ബ്രാൻഡ് അംബാസഡർമാരാണ് എന്റെ സുഹൃത്തുക്കൾ. നിങ്ങൾ നെഞ്ചു വിരിച്ച് പോരാനുള്ള ആത്മധൈര്യം ഉണ്ടാകണം. വിജയം നിങ്ങളുടെ കൂടെയാണ്. നിങ്ങൾക്ക് മാത്രമല്ല, നമ്മുടെ തലമുറകൾക്ക് വലിയൊരു അസറ്റ് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു അവസരം തന്നിട്ടുണ്ട്. അവസരം ഉപയോഗിക്കാഞ്ഞാൽ പഴയ കാലത്ത് പറയുന്ന അവിടെയൊക്കെ ഭൂമിയൊക്കെ ഇഷ്ടം പോലെ കിട്ടിയിരുന്നു. കണ്ടോ? അവന്റെ അച്ഛൻ ഇഷ്ടം പോലെ ഭൂമി വാങ്ങിക്കൂട്ടിയിട്ടുണ്ട്. അവനിപ്പോ വലിയ കാശുകാരാ. എന്റെ അച്ഛൻ ഒന്നും മേടിച്ചില്ല. മനസ്സിലായില്ല? ഞങ്ങളിപ്പോ 3 സെന്റ് സ്ഥലത്ത് കിടക്കുക.
അച്ഛന്റെ കൂട്ടുകാരനാണ് മറ്റേയാള്, പറഞ്ഞിട്ട് കാര്യമില്ല എന്ന് പറഞ്ഞിട്ട് ഇപ്പൊ അച്ഛനെ വഴക്ക് പറയുന്ന മക്കളുണ്ടാവും അല്ലെ, നിങ്ങളെ കൊള്ളരായ്മയാണെന്ന് പറയും ആ അച്ഛനോട് അല്ലെ. അച്ഛൻ മരിച്ചിട്ടുണ്ടെങ്കിൽ മക്കൾ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പറയും. ഈ ഒരവസ്ഥയാണ് എന്റെ പൊന്നു സുഹൃത്തുക്കളെ ഡയറക്റ്റ് സെല്ലിംഗിലും വരാൻ വേണ്ടി പോകുന്നത്. മാറി നിന്നിട്ടുണ്ടെങ്കിൽ ഭാവിയിൽ നിങ്ങളുടെ മക്കളും പേരക്കുട്ടികളും ഒക്കെ ചോദിക്കും, എന്റെ അപ്പന്റെ അപ്പൻ എന്തുകൊണ്ട് അന്ന് ചെയ്തില്ല ഡയറക്റ്റ് സെല്ലിംഗ്, അദ്ദേഹം ഒരു മണ്ടനായിരുന്നോ, മനസ്സിലായ, അദ്ദേഹം ഒരു മണ്ടനായിരുന്നു എന്ന് ചോദിക്കും എന്റെ പൊന്നു സുഹൃത്തുക്കളെ. അങ്ങനെ വരുന്ന കാലം വിദൂരമല്ല. അതുകൊണ്ട് ഏറ്റെടുക്കുക, മുന്നണി പോരാളിയായിട്ട് മുന്നോട്ട് നിൽക്കണം, പിറകോട്ട് നിൽക്കരുത്. എന്ത് വെല്ലുവിളി ഉണ്ടെങ്കിലും മുന്നോട്ട് നിൽക്കുക. കാലം നമ്മുടെ പേരുകൾ ചരിത്രത്തിൽ രേഖപ്പെടുത്തുന്ന കാലം വിദൂരമല്ല ഇല്ലേ. ഇവിടെ സ്വാതന്ത്ര്യ സമര ചരിത്രത്തെ കുറിച്ചൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ട്. അതുപോലെ ഒരു കുറെ വർഷങ്ങൾ കഴിയട്ടെ, ഡയറക്റ്റ് സെല്ലിംഗിന്റെ ചരിത്രം സ്കൂളിലെ കുട്ടികൾക്ക് പാഠ്യവിഷയമായി മാറും, ഒരു സംശയവും വേണ്ട ഇല്ലേ. ഞാൻ എപ്പോഴും പറയാം, നമ്മൾ ഇന്നസെന്റ് ഇല്ലേ, സിനിമാ നടൻ ചാലക്കുടിക്കാരൻ, 4ാം ക്ലാസ് വിദ്യാഭ്യാസ, അദ്ദേഹം പല ബിസിനസ് ചെയ്ത് പൊട്ടി പൊളിഞ്ഞ് അവസാനം സിനിമയിൽ കയറണം എന്നുള്ളൊരു മോഹം കൊണ്ട് ചെന്നൈയിലേക്ക് വണ്ടി കയറി ഇല്ലേ. ആ മോഹം ഒന്നും നടന്നില്ല, പിന്നെയും വണ്ടി കയറി, അങ്ങനെ അലഞ്ഞു തിരിഞ്ഞിട്ടാണ് അദ്ദേഹം ഒരു സിനിമാ നടനായത്. സ്കൂളിന്റെ വരാന്തയെ കുറിച്ചൊക്കെ അദ്ദേഹത്തിന് അറിയാം, ഒന്നും അറിയില്ല, അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്. പക്ഷെ അദ്ദേഹം ഇന്ത്യൻ പാർലമെന്റിലേക്ക് എത്തി എന്നുള്ളതാണ്. അതൊന്നുമല്ല പ്രധാനം, അത് ഏത് പാർട്ടിക്കാരും വിചാരിച്ചാൽ സാധിക്കും. അതിനേക്കാൾ പ്രധാനം അദ്ദേഹത്തെ കുറിച്ചുള്ള അല്ലെ പുസ്തകം, പാഠ്യവിഷയങ്ങൾ സ്കൂളിൽ അദ്ദേഹത്തെ കുറിച്ച് പഠിപ്പിക്കാനുള്ള പുസ്തകം വന്നു എന്നുള്ളതാണ്. അദ്ദേഹത്തെ പഠിപ്പിക്കുന്ന ഒരു പ്രത്യേക പാഠഭാഗം ഗവൺമെന്റ് ഉൾപ്പെടുത്തി എന്നുള്ളതാണ്. ആലോചിച്ച് നോക്കണം, സ്കൂളിൽ പഠിക്കാത്ത ആളെ കുറിച്ചിട്ടാണ് കുട്ടികളെ പഠിപ്പിക്കുന്നത് ഗവൺമെന്റ്. മനസ്സിലായ ഞാൻ പറഞ്ഞു വന്നത്? അതുപോലെയാണ് ഭാവിയിലെ പാഠപുസ്തകങ്ങളിൽ ഡയറക്റ്റ് സെല്ലിംഗിൽ വിജയിച്ച ഇന്ത്യയിലെ പ്രമുഖരായ ലീഡേഴ്സിന്റെ പേര് വരും കുറച്ചു കാലം കഴിയുമ്പോൾ. നിങ്ങൾ കണ്ടോ ഇതൊക്കെ? ഡയറക്റ്റ് സെല്ലിംഗ് ഇൻഡസ്ട്രിയിൽ വിജയിച്ച ആളുകൾ കേരളത്തിൽ നിന്ന് അല്ലെ, ഇന്ത്യയിൽ നിന്ന് വലിയ അത്ഭുതം സൃഷ്ടിച്ച ആളുകൾ. എങ്ങനെ ഇവർ ഇത്രയും സമ്പാദിച്ചു ഇല്ലേ? നമ്മളിപ്പോ റോബർട്ട് കിയോസോക്കിന്റെയും മറ്റവരുടെ കാര്യങ്ങളൊക്കെ പറയുന്നുണ്ടല്ലേ. അതുപോലെ നിങ്ങളുടെ പേരുകളും തങ്കലിപികളാൽ ഭാവിയിലെ ചരിത്ര പാഠപുസ്തകങ്ങളിൽ രേഖപ്പെടുത്തപ്പെടും എന്റെ പൊന്നു സുഹൃത്തുക്കൾ. അതിന് ആവേശത്തോടെ മുന്നോട്ട് വരണം, പുറകോട്ട് നിന്നിട്ട് കാര്യമില്ല. അതുകൊണ്ട് ആവേശത്തോടെ മുന്നോട്ട് വരിക, വിജയം നിങ്ങളുടെ കൂടെ ഉണ്ടാവും. ഇത് ഭാവിയുടെ ഇൻഡസ്ട്രിയാണ്, ലോകം അംഗീകരിച്ച ഇൻഡസ്ട്രിയാണ്, ഗവൺമെന്റ് അംഗീകരിച്ച ഇൻഡസ്ട്രിയാണെന്ന് മാത്രം പറഞ്ഞുകൊണ്ട് നാളെ വരുന്ന ദിവസങ്ങളിൽ തിങ്കളാഴ്ച കോട്ടയം BOP ആണ്. എല്ലാവരും ആ പ്രോഗ്രാമിൽ കൃത്യസമയത്ത് എത്തിച്ചേരണം. അതുപോലെ തന്നെ ചൊവ്വാഴ്ച തൃശ്ശൂർ BOP ആണ്. തൃശ്ശൂർ BOP ഈ ആഴ്ച കോഴിക്കോട് BOP ഉണ്ടായിരിക്കുന്നതല്ല. ഈ ആഴ്ച കർത്തവാവ് ദിവസമാണ്. ഇന്നത്തെ ദിവസം ആളുകൾക്ക് ബലിയിടാൻ പോലും ഇതൊക്കെ തിരക്കൊക്കെ ആയതുകൊണ്ട് അത് ഉണ്ടാവില്ല. അടുത്ത ദിവസം തന്നെ അവിടെ നമ്മളൊരു NDOP ആണ് ഇനി കോഴിക്കോട് പ്ലാൻ ചെയ്യുന്നത്. NDOP പ്ലാൻ ചെയ്യും. എല്ലാ പ്രദേശങ്ങളിലും നല്ല രീതിയിൽ കാര്യങ്ങളെല്ലാം സെറ്റ് ചെയ്തിട്ടുണ്ട്. നിങ്ങൾ വിചാരിക്കുന്ന ചെറിയ കാര്യങ്ങളുണ്ട്, അതെല്ലാം അടുത്ത ദിവസങ്ങളിൽ സെറ്റ് ആവും. അതൊന്നും ഇപ്പൊ ചോദിക്കേണ്ട അവിടെ, അതെല്ലാം സെറ്റ് ആയിട്ടുണ്ട്. 1 by 1 ആയിട്ട് സെറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. മനസ്സിലായ? നമ്മൾ പ്രതീക്ഷിക്കാത്ത ഒരു വിജയം നേടുന്നതിന് വേണ്ടി ആത്മാർത്ഥമായിട്ട് ഒറ്റ മനസ്സോടെ എല്ലാവരെയും ചേർത്ത് പിടിച്ചുകൊണ്ട് മുന്നോട്ട് പോകാമെന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഈ പ്രോഗ്രാമിൽ പങ്കെടുത്ത ഓരോരുത്തർക്കും വിജയാശംസകൾ നേർന്നുകൊണ്ട് ആവേശത്തോടെ പ്രവർത്തിക്കാനും വിജയിക്കാനുള്ള ശക്തി നിങ്ങൾക്ക് ഓരോരുത്തർക്കും ഈശ്വരൻ പ്രദാനം ചെയ്യട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് വിജയാശംസകളോടെ നിർത്തട്ടെ. താങ്ക് യു സോ മച്ച്. ജയ് ഈ ബൈട്ടോറി.